ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് ആൽഗോരിതം അല്ലേ? അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് പഠിക്കാതെ ഇൻ്റർവ്യൂവിന് ജോബ് കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ പല വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന തന്നെ ഈ DSA മനസ്സിലാക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് DSA ഇത്ര ഇമ്പോർട്ടൻറ്റ്? എന്താണ് DSA? അതുപോലെ പല ഡാറ്റാ സ്ട്രക്ചേഴ്സും അതിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽഗോരിതംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ കുറേ ലെങ്ത് ആക്കാതെക്കാൻ വേണ്ടി ഞാൻ കോഡും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. നമ്മളതിൻ്റെ മെയിൻ ഫണ്ടമെൻ്റൽ തിയറി അത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനും ഈ കോഡിങ് കാര്യത്തിലൊക്കെ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ, ഈ വക കാര്യത്തിനുള്ള നല്ല എന്താ പറയുക ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഫണ്ടമെൻ്റൽ ലെവലിൽ ഞാൻ ഇതിൻ്റെ ഓരോ ഡാറ്റാ സ്ട്രക്ചറിൻ്റെയും തിയറി പറഞ്ഞു തരുന്നേക്കാരും, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ആൽഗോരിതംസ് എന്തൊക്കെയാണ് അതും പറയുന്നതാണ്. അതുപോലെ ബേസിക് ആയിട്ട് എന്താണ് ആൽഗോ, എന്താണ് ഡാറ്റാ സ്ട്രക്ചർ, എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ഇൻ്റർവ്യൂവിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ആദ്യം ഡാറ്റാ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം പറയാനുള്ള നമ്മുടെ കോഡിംഗ് ലാംഗ്വേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് പ്രിമിറ്റീവ് ഡാറ്റാ ടൈപ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് ഡാറ്റാ ടൈപ്സ്. ഡാറ്റാ ടൈപ്സ് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും, അത് ഏതൊക്കെ രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിനുള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു നമ്പർ 4 എന്നുള്ളൊരു നമ്പർ സ്റ്റോർ ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു നമ്പറാണ്, ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളാണ് സ്റ്റോർ ചെയ്യുക. അത് നിങ്ങൾ പലരും തിയറിയിലും ക്ലാസ്സിലും കോളേജിലും ഒക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇൻറ്റ് പറഞ്ഞ സാധനം. അതുപോലെ വേറെ സാധനം ഡെസിമൽസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സാധനമാണ് എന്താണ്, ഫ്ലോട്ട്. പിന്നെ ഇത് വലിയൊരു ഡെസിമൽ ആണെന്നുണ്ടെങ്കിലോ, ഇപ്പം 9.9999 എന്നാണ് കുറേ പോകുന്നൊരു ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ സാധനമാണ് ഡബിൾ അല്ലേ. ഡബിളും ഫ്ലോട്ടും സെയിം തന്നെയാണ്. ആകെ ഡിഫറൻസ് ഇതിൽ 32 ബിറ്റ് സാധനം പറ്റുള്ളൂ, ഇതിലൊരു 64 ബിറ്റ്, അതായത് കുറേ ഡാറ്റ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നുള്ളൊരു സാധനമാണ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്. ഒക്കെ ഇതിലാണ് നമ്മൾ സ്ട്രിങ് ആയിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക. അതായത് നമ്മുടെ ABCD പോലത്തെ ലെറ്റേഴ്സ്, കാര്യങ്ങൾ, സിമ്പിൾസ്, ഈ ക്വസ്റ്റ്യൻ മാർക്ക്, അപ്പോസ്ട്രോഫി, ഇങ്ങനത്തെ ഓരോന്നും ഇതിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പം ഈ ക്യാരറ്റ്സ് കുറേ എണ്ണം ഒരുമിച്ച് കൂടിയാൽ എന്താവുക, അതാണ് സ്ട്രിങ് ആവുക. ഓക്കെ, സ്ട്രിങ് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കുറേ ക്യാരറ്റ്സിനെ നമ്മൾ ഒരുമിച്ച് അപ്പൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ് ആവും. ഓക്കെ, മോർ ദാൻ 1 കെയർ ആണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ടൈപ്പ് എന്താ ഉള്ളത്, ബൂളിയൻ എന്താണ്, ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് മാത്രം പറയുന്ന ഒരു വേരിയബിൾ. ഇതിൽ വെറും നമുക്ക് ട്രൂ ഓർ ഫോൾസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 0,1 ആകെ രണ്ട് സാധനം മാത്രമേ ബൂളിയനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നത്, ഇതൊരു ഫണ്ടമെൻ്റൽ റിക്വയർമെൻ്റ് ആണ് എന്താണ് ഡാറ്റ ടൈപ്സ് എന്ന് മനസ്സിലാക്കാൻ. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഒന്നിൽ നമ്പർ, സിമ്പിൾസ്, സ്ട്രിങ്സ്, ഇതൊക്കെ തന്നെയാണ് നമ്മളൊരു സാധനത്തിൽ കോഡ് ചെയ്ത് ആഡ് ചെയ്യുന്നത് അല്ലേ. ഇതൊക്കെയാണല്ലോ നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ ടൈപ്സ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, കെയർ, സ്ട്രിങ്, അതുപോലെ ബൂളിയൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസിക് ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ അടുത്ത സാധനം എന്തേക്കാരും, അടുത്ത സാധനം യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ്. ഓക്കെ, യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ സാധനത്തിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിൽ എല്ലാതും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പറ്റിയാലും തന്നെ നമുക്കത് മര്യാദയ്ക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ഫോൺ നമ്പർ ഒരു സീക്വൻസിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാധനം സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വേരിയബിൾ എടുക്കുകയാണ്, അതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് 9 എഴുതുക, പിന്നെ B എടുത്താണ്ട് 8 ആഡ് ചെയ്ത്, അങ്ങനെ നമ്മൾ CD പറഞ്ഞിട്ട് എല്ലാ വേരിയബിളും ആഡ് ചെയ്താണ്ട് നമ്മുടെ ഫോൺ നമ്പർ എന്താ വെച്ചാൽ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യണം, നമ്മൾ A പ്രിൻറ്റ് ചെയ്യണം, B പ്രിൻറ്റ് ചെയ്യണം, C പ്രിൻറ്റ് ചെയ്യണം. ഇപ്പോൾ വേറൊരാളുടെ നമ്പർ നമ്മൾ പുതിയ വേരിയബിൾ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്യാനും ഈ ഡാറ്റ ഒന്നും കുറേ ഗ്രൂപ്പായിട്ട് യൂസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസർ ഡിഫൈൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡാറ്റ ടൈപ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ, ഇപ്പം C അല്ലെങ്കിൽ C++ ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ ഇതെങ്ങനെ ചെയ്യാം, സ്ട്രക്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ അതിൻ്റെ ഇൻറ്റേർണൽ ഫണ്ടമെൻ്റൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ C ലാംഗ്വേജിലൊക്കെ ഡാറ്റ സ്ട്രക്ചർ ചെയ്യുന്നവർക്കറിയാം ഇതൊക്കെ ഇങ്ങനെ ചെയ്ത്. പൈത്തണിൽ നമ്മൾ ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല, പൈത്തണിൽ ഡയറക്റ്റ്ലി നമുക്ക് അത് ബൈ ഡിഫോൾട്ട് ഉണ്ട്. പക്ഷേ ഇൻറ്റേർണലി ഈ വക സാധനങ്ങളെ യൂസ് ചെയ്യും. അപ്പോൾ പൈത്തണിൽ അല്ലെങ്കിൽ ജാവയിലൊക്കെ എന്താ ഉണ്ടാവില്ലേ, പൈത്തണിൽ ജാവയിലൊക്കെ ക്ലാസ്സസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സസ് യൂസ് ചെയ്തിട്ടാണ് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്റ്റ് ആണ് C++ൽ അല്ലെങ്കിൽ പൈത്തൺ ജാവയിലൊക്കെ ക്ലാസ്സസ് ആണ് അതിൽ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത്. അതുപോലെ വേറെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനൊക്കെ ഇതുപോലത്തെ ക്ലാസ്സസോ അല്ലെങ്കിൽ സ്ട്രക്ചർ സിമിലർ ആയിട്ടുള്ള വേറെ സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, എന്താണ് ഡാറ്റ സ്ട്രക്ചർ അല്ലേ. ഡാറ്റ സ്ട്രക്ചർ എന്ന് ഉള്ളത് ഒരു വലിയൊരു ടോപ്പിക്കായിട്ടാണ് പലരും കാണുന്നത്. ശരിക്കും ഇത് അത്ര വലിയ ഭയങ്കര ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ഒന്നുമല്ല. ശരിക്കും ഇത് ഭയങ്കര സിമ്പിളാണ്. എന്താ ഡാറ്റ സ്ട്രക്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് കുറേ നമ്പേഴ്സും സ്ട്രിങ്സും ക്യാരക്ടേഴ്സും ഇതൊക്കെ വരും. പക്ഷേ ഇതിനെ നമുക്കൊരു പ്രോപ്പർ വേയിൽ, ഒരു സ്ട്രക്ചേർഡ് വേയിൽ സ്റ്റോർ ചെയ്യാനും ഓക്കെ അതിനെ പ്രോസസ്സ് ചെയ്യാനും ഉള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ് ഈ ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഫോണിലെ കോൺടാക്ട് നമ്പർ പേര് സേവ് ചെയ്യില്ലേ കോൺടാക്റ്റിൽ. അപ്പോൾ ആ പേര് നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പം പേര് ഇടുകയാണ് പ്രകാശ്,
ഓക്കെ, ഒരാളുടെ പേരാണ് പ്രകാശ്. അതിൻ്റെ ഫോൺ നമ്പർ ഇങ്ങനെ 79866545 എന്ന് പറഞ്ഞിട്ട് നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇതാണ് പ്രകാശ്, ഇതിൻ്റെ ഫോൺ നമ്പർ ഇതാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റ് വേണ്ടി വരും. അപ്പോൾ നെയിം നമ്പർ എന്ന് പറഞ്ഞ ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാഷ് മാപ്പ്, ഇങ്ങനെ പല ഡാറ്റാ സ്ട്രക്ചർ വേണം ഇതുപോലത്തെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങൾ യൂബറോ സൊമാറ്റോയിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുമ്പം ആ ഹോട്ടലിൽ നിന്ന് നിങ്ങളെ വീട്ടിലേക്ക് അയാൾ ഡെലിവറി ചെയ്യണം. അത് നേരല്ലല്ലോ വരിക, അയാൾക്ക് ചിലപ്പോൾ വേറെ വീട്ടിൽ പോകണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണ്ടാവും, ചിലപ്പോൾ അവിടെ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങോട്ട് എത്തണം. അപ്പം ഇവിടെ എന്തൊക്കെ വേണം, നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് പാത്ത് ആൽഗോരിതം നോക്കേണ്ടി വരും, എളുപ്പമുള്ള വഴി ഏതാ നോക്കണം, ഈ വേറെ ഏതൊക്കെ വീട്ടിൽ പോയിട്ട് ഇവിടെ വരുന്നതാണ് സുഖം നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് പ്രോസസ്സ് ചെയ്യാൻ ഇതൊക്കെ സ്റ്റോർ ചെയ്യണ്ടേ. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റണം. അതിനാണ് ഈ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടോ, എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ. ഈ ഡാറ്റ സ്ട്രക്ചർ പല ടൈപ്സ് ഉണ്ട്, പല പേരിലുള്ളുണ്ട്. അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യണം. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, അരേ ഉണ്ട്, ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, സ്റ്റാക്സ് ഉണ്ട്, അതുപോലെ ക്യൂ ഉണ്ട്, ട്രീ ഉണ്ട്, ഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞ സൊമാറ്റോ ഡെലിവറി ഗ്രാഫ് ഉണ്ട്. അതുപോലെ തന്നെ മിക്ക കോളേജിലും ഇതിലൊന്നും പഠിപ്പിക്കാത്തത് അല്ലെങ്കിൽ സിലബസിലൊക്കെ പൊതുവെ പറയാത്തൊരു സാധനമാണ് ഹീപ്സ് അല്ലെങ്കിൽ പ്രയോറിറ്റി ക്യൂ എന്ന് പറയുന്നത് ഈ സാധനം. പിന്നെ ട്രൈ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ട്രൈ. പിന്നെ ഉള്ളത് സെറ്റ്സ്. പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഹാഷ് മാപ്പ്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും എന്താ അതിൻ്റെ പർപ്പസും എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി ശേഷം നമുക്ക് അടുത്ത സാധനം DSൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്താ, ആൽഗോരിതം. ഓക്കെ, അപ്പോൾ ആൽഗോരിതം എന്താ, ആൽഗോരിതം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ഒരു കാര്യം എങ്ങനെ റൺ ചെയ്യണം, എങ്ങനെ വർക്ക് ആണെന്ന് പറയുന്നതിന് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കാൻ ഇപ്പം നമുക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം നിങ്ങളെ വീട്ടിൽ ചോദിക്കുന്നു, പാരൻസിനോട് ചോദിക്കുന്നു എങ്ങനെ ചായ ഉണ്ടാക്കുക. അപ്പോൾ പാരൻസ് എന്ത് പറയും, ആദ്യം ഈ പാത്രം എടുക്കുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പോട്ട് എടുക്കണം. ഓക്കെ, അത് എടുക്കണം, എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ അത് വെക്കണം, എന്നിട്ട് എന്ത് ചെയ്യുക, തീ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ടീ പൗഡർ ഇടണം. ഓക്കെ, ടീ പൗഡർ ഇടും. പിന്നെ എന്താ പറയുക, ഷുഗർ വേണ്ടിയവർക്ക് ഷുഗർ ഇടാം, അല്ലെങ്കിൽ പാല് വേണ്ടിയവർക്ക് പാല്. അപ്പം ഷുഗറോ അല്ലെങ്കിൽ പാലോ എന്താ വെച്ചാൽ ഓപ്ഷനിൽ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. എന്നിട്ട് അതൊന്ന് നല്ലോണം ബോയിൽ ആവണം. ഓക്കെ, ബോയിൽ ആവണം. അപ്പോൾ ഒരു 100 ഡിഗ്രി എത്തുന്നവരെ അത് ബോയിൽ ചെയ്യണം. അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് അത് ഒഴിക്കണം. അല്ലേ, ഇങ്ങനെയൊക്കെ നമുക്കൊന്നും അറിയില്ല, നമ്മളെ വീട്ടുകാർ നമുക്ക് നല്ലപോലെ ചായ ഉണ്ടാക്കുന്ന ഇൻസ്ട്രക്ഷൻ പറയാം. അപ്പോൾ നമ്മൾ ഇത്ര ഇൻസ്ട്രക്ഷൻ, ഒരു 9 സ്റ്റെപ്പ് അല്ലേ, 9 സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷനിൽ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ, നമുക്ക് നല്ല അടിപൊളി ചായ ഉണ്ടായി അല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൗ ടു മേക്ക് ചായ അല്ലേ, എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു. നമുക്ക് ചായ ഉണ്ടാക്കേണ്ട ആൽഗോരിതം കിട്ടി. അപ്പോൾ ഇതാണ് ചായ ഉണ്ടാക്കേണ്ട ആൽഗോരിതം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിനാണ് ആൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ആൽഗോരിതം നമുക്കത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡുമാണ്. ഓക്കെ, ഇനി ഞാൻ നമ്മളെ മറ്റേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം, എന്തുകൊണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇൻ്റർവ്യൂസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഞാൻ ഒരാളെ മീറ്റ് ചെയ്തിരുന്നു, നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഗൂഗിളൊക്കെ ഇപ്പം വർക്ക് ചെയ്യുന്ന ആളെ. പക്ഷെ അന്ന് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് പുള്ളി ഇൻ്റർവ്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഈ ഡാറ്റ സ്ട്രക്ചർ വയ്ക്കുന്നത്, ഡാറ്റ സ്ട്രക്ചർ വെച്ച് നമുക്ക് ഒരാളെ സ്കില്ലും കാര്യങ്ങളൊക്കെ വാലിഡേറ്റ്. കാരണം ഞാൻ അന്ന് ML-ഉം AI ഒക്കെ ആയിരുന്നു ഞാൻ ചെയ്ത പ്രൊജക്ട്സും എൻ്റെ വർക്കൊക്കെ. അപ്പം നമ്മളോട് ഈ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഞാനത് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പഠിച്ചത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ റിപ്ലൈ ഉണ്ട്, ഒരു ബാഡ് എഞ്ചിനീയർ എപ്പോഴും ഇൻഎഫിഷ്യൻറ്റ് കോഡൊക്കെ ചെയ്ത്. ഓക്കെ, എ ബാഡ് എഞ്ചിനീയേഴ്സ് റൈറ്റ് ഇൻഎഫിഷ്യൻറ്റ് കോഡ് ആൻഡ് എ വെരി ബാഡ് എഞ്ചിനീയർ, ഓക്കെ ഇതാണ് പോയിന്റ്, വെരി ബാഡ് എഞ്ചിനീയർ ഡോണ്ട് ഈവൻ നോ വൈ ഇറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരുന്നു. ഒരു അത്ര നല്ലതല്ലാത്തൊരു എഞ്ചിനീയർ എപ്പോഴും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോഡൊക്കെ ചെയ്ത് അത് ചിലപ്പോൾ സ്ലോ ആയിക്കാരും, ചിലപ്പോൾ ഭയങ്കര ലാഗ് ആയിക്കാരും. നിങ്ങളിപ്പം ഷസാമിൻ്റെ മൊബൈൽ റിവ്യൂസ് കാണുമ്പോൾ കണ്ടിട്ടില്ലേ, ഈ OS ഭയങ്കര ലാഗാണ്, അല്ലെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഭയങ്കര ബഗ്ഗാണ്, അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എഴുതി കോഡ് ഭയങ്കര ഇൻഎഫിഷ്യൻ്റ്. അത് ഇൻസ്റ്റാൾ ചെയ്തോടെ ഫോൺ ലാഗ് ആവാൻ തുടങ്ങി, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള കോഡ് ലാഗിങ് തുടങ്ങി. കാരണം എന്താ, എഫിഷ്യൻ്റ് അല്ല, ഭയങ്കര സ്ലോ ആണ് സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു വെരി ബാഡ് എഞ്ചിനീയർ എന്തുകൊണ്ടാണ് അത് സ്ലോ എന്ന് പോലും അറിയില്ല. അവരെന്ത് പറയും, ഞാൻ എനിക്ക് തന്ന പണി ഞാൻ ചെയ്ത്, എനിക്ക് അറിയില്ല അത് എന്തുകൊണ്ടാണ് സ്ലോ, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് പറയും. എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞ് ഞാനേ ചെയ്തു. അതാണ് ഒരു വെരി ബാഡ് എഞ്ചിനീയർ. ഓക്കെ, ഈ രണ്ടാൾക്കാരെയും ഹയർ ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് DSA എന്ന് പറഞ്ഞ സാധനം ഇൻ്റർവ്യൂവിൽ മിക്ക വലിയ കമ്പനീസും നല്ല പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഹയർ ചെയ്യുന്ന ഒരാൾ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളാവില്ല. പക്ഷേ ഈ DSA അറിയുന്ന ഒരാൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അയാൾ എന്തായാലും ബാഡ് അല്ലെങ്കിൽ വെരി ബാഡ് എഞ്ചിനീയർ ആവില്ല.
ഹി വിൽ ബി എൻ ആവറേജ് അല്ലെങ്കിൽ ഗുഡ് എഞ്ചിനീയർ. ഓക്കെ, ആവറേജ് അല്ലെങ്കിൽ അതിന് മേലുള്ള ഒരു എഞ്ചിനീയർ ആയിക്കാരം. അയാൾ നമുക്ക് പ്രാക്ടീസും ട്രെയിനിങ്ങും അല്ലെങ്കിൽ എക്സ്പീരിയൻസും കൊണ്ട് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു കമ്പനിക്ക് കോൺഫിഡൻസ് വരും. അതുകൊണ്ടാണ് DSA ഇൻ്റർവ്യൂസിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് DSA ഇൻ്റർവ്യൂവിന് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആൽഗോരിതം പറഞ്ഞ സ്ഥിതിക്ക് ആൽഗോരിതത്തിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ എഫിഷ്യൻറ്റ് ഇൻഎഫിഷ്യൻസി ഒക്കെ, ഇതൊക്കെ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് സാധനം വെച്ചിട്ടാണ്. ടൈം കോംപ്ലക്സിറ്റി ഇതാണ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം കോംപ്ലക്സിറ്റി. രണ്ടാമത്തെ സ്പേസ് കോംപ്ലക്സിറ്റി. ഓക്കെ, സ്പേസ് കോംപ്ലക്സിറ്റി. അപ്പം ടൈം കോംപ്ലക്സിറ്റി പറഞ്ഞാൽ എന്താ, ഒരു ആൽഗോരിതത്തിൻ്റെ ഓരോ പ്രോസസ്സ് ഓരോ സ്റ്റെപ്പ് നടക്കാൻ അല്ലെങ്കിൽ ഒരു ആ ആൽഗോരിതം ഇംപ്ലിമെൻ്റ് ആവാൻ എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നൊക്കെ, ടൈം അല്ലെങ്കിൽ ഇറ്ററേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇറ്ററേഷൻ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. ഈ ടൈം എന്ന് ആലോചിച്ചാൽ മതി. അത് ഒരു കാര്യം നടക്കണമെങ്കിൽ 1 സെക്കൻഡ് എടുക്കുകയാണ്, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാൻ എത്ര സെക്കൻഡ് എടുക്കുമെന്ന് ആലോചിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഇപ്പം മനസ്സിലാലോചിച്ചാൽ. സ്പേസ് കോംപ്ലക്സിറ്റി പറഞ്ഞാൽ ആ സെയിം ആൽഗോരിതം റൺ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര സ്പേസ് സ്റ്റോറേജ് അതിന് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ഇതൊക്കെ എന്തിലാണ് റൺ ചെയ്യുന്നത്, ഒന്നുകിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സെർവർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, ഇങ്ങനെ ഒരു ഡിവൈസിലാണല്ലോ ഇതൊക്കെ നമ്മൾ റൺ ചെയ്യുന്നത്. ബേസിക്കലി ഡിവൈസസിനൊക്കെ ഉള്ളിലുള്ള ഹാർഡ്വെയർ എന്താ, ആകെയുള്ള കുറച്ച് സാധനമുള്ളൂ. എന്തൊക്കെയുണ്ട്, ഒരു CPU ഉണ്ട് അല്ലേ, നിങ്ങളടുത്തുള്ള M1 ചിപ്പ് അല്ലെങ്കിൽ i7 ചിപ്പ്, അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ ബയോണിക് A7 ചിപ്പ്, പിന്നെന്താ ഉള്ളത് സ്നാപ്ഡ്രാഗൺ 888 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ചിപ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മൾ CPU. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ. രണ്ടാമത്തെ റാം അല്ലേ, റാം നിങ്ങളുടെ ഫോണിൽ എത്ര GB റാം ഉണ്ടാവും, ഒരു 8 GB റാം, 16 GB റാം, ചിലപ്പോൾ 12 GB റാം, ലാപ്ടോപ്പിലാണെങ്കിലും 8 GB 16 GB റാമും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെയുള്ള വേറൊരു സാധനമാണ് നമ്മളെ സ്റ്റോറേജ് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് അല്ലേ. നമ്മുടെ ഫോണിൽ എത്ര സ്റ്റോറേജ് ഉണ്ട്, 256 GB സ്റ്റോറേജോ അല്ലെങ്കിൽ 512 GB സ്റ്റോറേജ് ഒക്കെ ഉള്ളവരുണ്ടാവും. ലാപ്ടോപ്പിൽ ഇതുപോലെ ചിലപ്പോൾ ടെറാബൈറ്റ് സ്റ്റോറേജ് ഒക്കെ ഉള്ളവരുണ്ടാവും അല്ലേ. അപ്പം ഈ 3 സാധനമാണ് ബേസിക്കലി ഒരു ഏത് സിസ്റ്റത്തിന് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഹാർഡ്വെയർ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ആൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ആപ്പ് റൺ ചെയ്യുകയാണെങ്കിലും, ഏത് ഗെയിം കളിക്കുകയാണെങ്കിലും, ഏത് ഫിലിം കാണുകയാണെങ്കിലും, എന്തിനീവൻ നമ്മൾ വെറുതെ ഒരാളെ മെസ്സേജ് അയക്കുക, ടെക്സ്റ്റ് ആണ്, നിങ്ങളിപ്പോൾ കാണുന്ന യൂട്യൂബ് വീഡിയോ വരെ നിങ്ങൾ കാണുന്ന ഡിവൈസസിൽ റൺ ആവണമെങ്കിൽ വർക്ക് ആവണമെങ്കിൽ എന്തൊക്കെ വേണം, ഒരു CPU വേണം, ഒരു റാം വേണം, ഒരു ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് വേണം അല്ല. ഈ വീഡിയോ ഇപ്പം യൂട്യൂബിൻ്റെ ഒരു സ്റ്റോറേജ് ഹാർഡ് ഡിസ്കിലേക്ക് ഇത് ഉണ്ടാവുക. നിങ്ങളുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ആപ്പ് റൺ ചെയ്യണമെങ്കിൽ CPU റാമും വേണം അല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ യൂട്യൂബിൻ്റെ സെർവറിൽ പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് HDയിലും എന്താ പറയുക ലെസ് ക്വാളിറ്റിയിലും അല്ലെങ്കിൽ ഓഡിയോ നല്ല സൗണ്ട് കൂട്ടിയിട്ടും ക്ലാരിഫൈ ചെയ്തൊക്കെ തരുമെങ്കിൽ അവർ സിസ്റ്റത്തിൽ CPU റാമൊക്കെ വേണം അതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ഹാർഡ്വെയർ എന്തായാലും എന്തിനു വേണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ CPU നിങ്ങളുടെ ഫോണിലുള്ളത് വിചാരിക്കുക, നിങ്ങളുടെ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 ഉണ്ട് അല്ലേ. നിങ്ങളുടെ ഫോണിൽ 1-2 ആപ്പാണുള്ളത് അല്ലല്ലോ. ചിലരിൽ 100 കണക്കിന് ആപ്പുകളുണ്ടാവും ചിലരുടെ ഫോണിൽ. എന്തായാലും ഒരു 10-20 ആപ്പ് എന്തായാലും ഉണ്ടാവും അല്ലേ. ഈ ആപ്പൊക്കെ നിങ്ങളുടെ ഫോണിൽ വർക്ക് ആവുന്നില്ലേ. അപ്പോൾ ഈ ഫോണിൽ ഈ ആപ്പിൽ ഇതിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻഎഫിഷ്യൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങളുടെ ഫോണിൽ ലാഗായി തുടങ്ങും അല്ലേ, ഭയങ്കര സ്ലോ ആയി തുടങ്ങും, ചൂടായി തുടങ്ങും, മറ്റുള്ള ആപ്സൊക്കെ തുറക്കുമ്പോൾ ക്രാഷ് ആയി തുടങ്ങും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, എഫിഷ്യൻ്റ് കോഡ് അവിടെ എഴുതാൻ പറ്റണം അല്ലേ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് സ്റ്റോറേജ്. ഈ കോഡിലുള്ള മിക്ക സ്റ്റോറേജും വരുന്നത് ഈ റാമിൻ്റെ സ്റ്റോറേജേക്കാരം. ഓക്കെ, അതായത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വാട്സപ്പ് ലിങ്ക് മെസ്സേജ് അയക്കുകയാണ്, ആ സാധനം ആദ്യം പോകുന്നത് റാമിൽ സ്റ്റോർ ചെയ്തിട്ടാണ് മെസ്സേജ് പോകുന്നത്. പിന്നെ നമ്മളത് ബാക്കപ്പിലോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റോർ ചെയ്യുന്ന സമയത്ത് മാത്രം ഹാർഡ് ഡിസ്കിലേക്ക് മാറും. അപ്പം മനസ്സിലായല്ലോ, ഹാർഡ് ഡിസ്കിൽ പൊതുവേ ഉണ്ടാവില്ല, നമ്മൾ കുറേ കാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ആൽഗോരിതം റൺ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ റാമിൻ്റെ സ്റ്റോറേജാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്ത് ഈക്വൽ ടു ഒക്കെ അടിക്കുമ്പോൾ ആ നമ്പർ ആ 1+2 എന്നൊക്കെ ഇതൊക്കെ റാമിലാണ് ആ സാധനം പോയി സ്റ്റോർ ആവുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങളെ കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യുമ്പോൾ ആ സാധനങ്ങളൊക്കെ പോയി പോകും. ഓക്കെ, പിന്നെ നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ സേവ് ചെയ്യുന്ന ആളാണ്, ഹിസ്റ്ററി ഒക്കെ വരുന്ന സമയത്ത് ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആ ആൽഗോരിതം റൺ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, നമുക്കൊരു അരേ ഉണ്ട്. ഓക്കെ, ഈ അരയിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 1 2 3 4 5. ഓക്കെ, അപ്പം നിങ്ങളിപ്പം ഈ ഇവിടെ നിൽക്കുന്ന, ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതിപ്പോൾ ഒരു റോഡാണ്, ഇവിടെ ഇങ്ങനെ കുറേ ബോക്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ നമ്പേഴ്സൊക്കെ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അപ്പം പുറത്ത് നോക്കിയാൽ കാണാനില്ല, ഈ ബോക്സ് ഇങ്ങനെ തുറന്നാലും നമ്പറാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് 4 എവിടെയെന്ന് നോക്കുക എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ബോക്സ് തുറന്ന് നോക്കും, ഇവിടെ 4 ആണോ, അല്ല. അപ്പോൾ നിങ്ങൾ അടുത്ത ബോക്സിൽ പോകും, ഇവിടെ 2 ആണ്, അതിൻ്റെ അടുത്ത ബോക്സ് നോക്കി 3 ആണ്, അതിൻ്റെ അടുത്ത ബോക്സ് 4 കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് 4 കിട്ടി. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ബോക്സ് നോക്കാൻ നമുക്ക് പറയാം 1 സെക്കൻഡ് സമയം എടുത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 4 എന്നുള്ള ബോക്സിൽ എത്താൻ എത്ര സമയം എടുത്ത്, 4 സെക്കൻഡ് സമയം എടുത്ത്. ഓക്കെ, ഇനി അപ്പോൾ ഞങ്ങളോട് പറയുകയാണ് എന്ത് ചെയ്ത്
ഈ ബോക്സിലെ എല്ലാ നമ്പറും ഒരു ഓർഡറിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ ബോക്സിൽ ഇപ്പോൾ 1 ആയിരിക്കും, ലാസ്റ്റത്തെ ബോക്സിൽ ഇപ്പോൾ 5. അപ്പോൾ 1 2 3 4 5 അങ്ങനെ. ഇതിപ്പോൾ ഒരു 100 അങ്ങനെ 100 എന്നുള്ള രീതിയിൽ പോകുന്നുള്ളൂ പറയും. ഞാൻ നിങ്ങളോട് 4 കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ 4 കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അറിയാം ബോക്സ് എങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം പോയിട്ട് നടുക്ക് നിൽക്കും. നടുക്കുന്നിട്ട് നിങ്ങൾ നോക്കും. ഓക്കെ, ഈ ബോക്സ് തുറന്നു നോക്കി. ഈ ബോക്സ് കുറച്ച് 3 ആണ്. 3 ആയതുകൊണ്ട് എന്താ, ഇതല്ല ബോക്സ്. അപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ബോക്സിലേക്കാണ് 4 ഉണ്ട്. അപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത ബോക്സിൽ പോയി നോക്കും. 4 തന്നെയാണ് കൺഫേം ചെയ്തല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആൻസർ എത്ര സെക്കൻഡ് കിട്ടി? 2 സെക്കൻഡ് കൊണ്ട് ആൻസർ കിട്ടി. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ സെയിം സാധനം 4 കണ്ടുപിടിക്കാൻ നമുക്ക് 2 അപ്രോച്ച് എടുത്തു. ഒന്ന് നമ്മൾ ഓരോന്ന് ഇങ്ങനെ നോക്കി, രണ്ടാമത്തത് നിങ്ങൾ ഇതൊരു സോർട്ടഡ് ആയിട്ടുള്ള രീതിയിലാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നടുക്കുന്ന ഇങ്ങനെ നോക്കി. ഇപ്പോൾ 100 ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നടുക്കുന്ന നോക്കി, പിന്നെ അതിൻ്റെ അടുത്ത് നോക്കി. ഇപ്പോൾ നിങ്ങൾ ഡിക്ഷണറി ഓർക്കണം, ഒരു വേർഡ് കാണണം. നിങ്ങൾക്ക് ആ വേർഡ് ആണെങ്കിൽ ഡിക്ഷണറിൻ്റെ മെജോറിറ്റി സമയം നിങ്ങൾ അതിൻ്റെ നടുഭാഗേക്ക് തുറന്ന് നോക്കുക. എന്നിട്ട് ഏത് ലെറ്റർ നിങ്ങൾക്ക് വേണ്ടിയ ലെറ്റർ അതിൻ്റെ മുന്നേ ആണോ ബാക്ക് ആണോ നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ സൈഡിലേക്ക് പോകും അല്ലേ. അങ്ങനെയാണ് നിങ്ങൾ എഫിഷ്യൻസി കൂട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ മറ്റേനേക്കാളും ഡബിൾ എഫിഷ്യൻസി ആക്കി അല്ലേ. ശരിക്കും ഡബിൾ അല്ലേ. ഇതിപ്പോൾ 10 ആണ് അല്ലെങ്കിൽ 100 ആണെന്ന് എഴുതിക്കോ. നമ്മൾ ആദ്യം പോയ മെത്തേഡ് 100 ബോക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് 100 സെക്കൻഡ് എടുക്കും അല്ലേ. പക്ഷേ നമ്മൾ ഈ രണ്ടാമത്തെ മെത്തേഡിൽ 100 ബോക്സസ് ഉണ്ട്. 100 ബോക്സസ് ഉണ്ട്. അതിൽ ഞാൻ 53ാമത്തതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 3 സെക്കൻഡ് മതി അല്ലേ. കാരണം എന്താ, ആദ്യം പോവും 50 നോക്കും, 50 അല്ല, പിന്നെ 51, 52, 53. ഓക്കെ, മൂന്നാമത്തെ സെക്കൻഡിൽ നിങ്ങൾക്ക് സാധനം കിട്ടി അല്ലേ. അപ്പോൾ ഇത് ശരിക്കും ടെക്നിക്കലി ലോഗ് ഓഫ് എൻ ആണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ആണ്. അപ്പം ഈ ലോഗ് എൻ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൂടി ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ടൈം കോംപ്ലക്സിറ്റിൻ്റെ പല ഇതുണ്ട്, എഫിഷ്യൻസികൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ O(1), ഈ O എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വേസ്റ്റ് കേസിന് സിമ്പിൾ. ഇത് വേറെയും കുറേ സാധനം, ഇപ്പം തീറ്റ അല്ലെങ്കിൽ ഒമേഗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പം അതിനൊന്നും ഇപ്പം എന്താ പറയുക ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊക്കെ വീഡിയോ ലെങ്ത് കൂടും. അതുകൊണ്ട് ജസ്റ്റ് ബിഗ് ഓഫ് എന്നുള്ള സാധനം, ഇത് വേസ്റ്റ് കേസ്, അതായത് ഇതാണ് ഏറ്റവും അലമ്പ് കേസ്. ഇതിനേക്കാളും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വേറെ വരില്ല എന്നാണ്. ഓക്കെ, അതാണ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. O(1) ആണ് ഏറ്റവും ബെസ്റ്റ് എഫിഷ്യൻസി. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ കാരണം ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ എത്ര വലിയ നമ്പർ കൊടുത്താലും എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇൻപുട്ടും ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ആൻസർ എന്ത് ചെയ്യുക, സെയിം ടൈമിൽ തന്നെ കിട്ടുക. ഓക്കെ, അപ്പം ഇൻപുട്ട് കൂടുന്നതനുസരിച്ച് ഇതിന് മാറില്ല. രണ്ടാമത്തത് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ലോഗ് എൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഡിക്ഷണറീൻ്റെ എക്സാമ്പിളിലൊക്കെ നടുക്കുന്ന നോക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കില്ല. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സ്ഥലം പകുതിയിട്ട് ഓരോ തവണ അതിൻ്റെ പകുതിയാവും. ഇതിനാണ് നമ്മൾ ലോഗരിതമിക് എന്ന് പറയുക. ഓക്കെ, ലോഗരിതമിക് എന്താ പറയുക ടൈം കോംപ്ലക്സിറ്റി. ഇതും ബെറ്റർ ആണ്. ഏറ്റവും ബെസ്റ്റ് ഇതാണ്, രണ്ടാമത്തെ ബെസ്റ്റ് ഇവനാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഇനി ഏതാ, ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ഉണ്ടോ അത്രയും സമയം എടുക്കുള്ളൂ. ഇപ്പോൾ 100 സാധനം 100 സെക്കൻഡ്, അതിൻ്റെ മേലെ സമയം എന്തായാലും പോകില്ല. ഓക്കെ, അപ്പോൾ ഇത് ലീനിയർ ആണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ഗ്രാഫിൽ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഗ്രാഫിലാണെന്നുണ്ടെങ്കിൽ ഇത് O(1) ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇതിങ്ങനെ ഒരേ സ്പീഡിൽ എത്ര പോയാലും ഒരേ ഇതിൽ തന്നെ പോകാം. ലോഗരിതമിക് പറഞ്ഞാലോ, ലോഗരിതമിക് ഇങ്ങനെ കൂടുള്ളൂ. ഓക്കെ, ഭയങ്കര പതുക്കെയാണ് മേലോട്ട് പോവുള്ളൂ. പിന്നെ ലീനിയർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ഇൻപുട്ട് കൂടുന്ന പോലെ ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും. ഇനി അടുത്ത ആളാണ് നമ്മളെ എൻ ലോഗ് എൻ. ഓക്കെ, എൻ ലോഗ് എൻ എന്ന് പറഞ്ഞാൽ സെയിം ലീനിയർ ലോഗരിതമിക്. ഓക്കെ, ലീനിയർ ലോഗരിതമിക് അതായത് നമുക്ക് തന്ന ഇൻപുട്ടിനേക്കാളും കുറച്ചുകൂടി സ്ലോ ആണ്, എന്നിനേക്കാളും കുറച്ച് സ്ലോ ആണ്, ബട്ട് സ്റ്റിൽ ഇതാണ്. അപ്പം ഇതാണ് നമ്മളെ ലീനിയർ എന്നുണ്ടെങ്കിൽ ലീനിയർ ലോഗരിതമിക് ഇങ്ങനെയൊക്കെ പോകാം. ഓക്കെ, അതിൻ്റെ അടുത്തത് n². ആണ് നമ്മൾ ക്വാഡ്രാറ്റിക്. ഓക്കെ, ക്വാഡ്രാറ്റിക് ലോഗ്. അപ്പോൾ ഇത് കുറച്ചുകൂടി മോശമാണ്. പിന്നെ അതിന് ശേഷമുള്ളത് ക്യൂബിക്കാണ് ഇത് വരുന്നത്. ഇത് ലോഗ് ഇല്ല കേട്ടോ അവിടെ. ഓക്കെ, ക്യൂബിക് ടൈം കോംപ്ലക്സിറ്റി. പിന്നെ അതിൻ്റെ അടുത്ത് വരുന്നത് 2n. 2n ആണ്. ഇതാണ് ഏറ്റവും സ്ലോവസ്റ്റ് എക്സ്പോണൻഷ്യൽ. ഓക്കെ, എക്സ്പോണൻഷ്യൽ ആണിത്. 2n മാത്രമല്ല, ഇവിടെ എന്ത് വന്നാൽ 3n അല്ലെങ്കിൽ n(n) n എന്ത് വന്നു കഴിഞ്ഞാലൊക്കെ എക്സ്പോണൻഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈം കോംപ്ലക്സിറ്റിൻ്റെ ഏകദേശം ഒരു ചാർട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ വല്ല ഇൻ്റർവ്യൂവിലും കാര്യത്തിലും പോകണമെങ്കിൽ ആരെങ്കിലും എപ്പോഴും ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി ഏതൊക്കെയാണ് ബെറ്റർ ഏതൊക്കെയാണ് വേസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വേസ്റ്റ് എപ്പോഴും എക്സ്പോണൻഷ്യൽ ആണ്. പിന്നെ ക്യൂബിക് അതിനേക്കാളും ബെറ്റർ, ക്വാഡ്രാറ്റിക് അതിനേക്കാളും ബെറ്റർ, ലീനിയർ ലോഗ് അതിനേക്കാളും ബെറ്റർ, ലീനിയർ അതിനേക്കാളും ബെറ്റർ. ലോഗരിതം കഴിഞ്ഞ് നിങ്ങൾ ആൽഗോരിതം നല്ല എഫിഷ്യൻ്റ് തുടങ്ങിയിട്ടുണ്ട്. O(1) എത്തിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പം മോസ്റ്റ്ലി നമ്മൾ മിക്ക ആൽഗോരിതംസും ഈ ഒരു റേഞ്ചിൽ പിടിക്കാനാണ് നമ്മളെപ്പോഴും നോക്കുക. കാരണം O(1) ആൽഗോരിതം വൈസ് അത്ര പോസിബിൾ അല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്.
ബട്ട് സെർച്ചിങ്ങിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറ്. log n കിട്ടി കഴിഞ്ഞാൽ വളരെ ബെസ്റ്റ്, ഓഫ് n കിട്ടിയാൽ പെർഫെക്റ്റ് ആണ്. പിന്നെ n log n ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഈ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മൾ പൊതുവെ എല്ലാ ആൽഗോരിതം പിടിക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, എല്ലതും അതിൽ തന്നെ ആവണമെന്നില്ല, ബട്ട് മെജോറിറ്റി അതിൽ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇൻട്രോ. ഇനി നമുക്ക് കാര്യമായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇനി ഓരോ ഡാറ്റ സ്ട്രക്ചറിലൂടെ പറഞ്ഞു പോകാം അല്ലേ. നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അരേസ് എന്നല്ലേ. അരേസ് എന്ന് പറഞ്ഞാൽ എന്താ? അരേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സീക്വൻഷ്യലായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് ആണ് അരേ. ഓക്കെ, അരേ എങ്ങനെ ഉണ്ടാവുക? അരേ ഇങ്ങനെ ഒരു ബോക്സ് ആണ്, അതിങ്ങനെ പെട്ടി 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 പോലെ കിടക്കും അല്ലേ. അപ്പം ഇത് ഒരു പ്രീ ഡിഫൈൻഡ് സൈസ്. അപ്പോൾ C++ലും സിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഒരു അരേ ഡിഫൈൻ ചെയ്യുമ്പോൾ അരേക്ക് എത്ര സൈസ് ഉണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു 6 എലമെൻറ്റ്സ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഉണ്ടാവുക. ഓക്കെ, അതേപോലെ പൈത്തണിലാണ് നമുക്ക് ഈ സൈസ് കൊടുക്കേണ്ടത്. പൈത്തൺ ഡൈനാമിക് അരയാണ്. അവിടെ എന്ത് വെച്ചാൽ ആദ്യമുള്ള അരേ 2 ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും സൈസ് വലുതാവും, പിന്നെ സൈസ് വലുതാവും, അങ്ങനെയാണ്. ഇതൊക്കെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇന്റേണലി നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഈ രീതിയിൽ അറിയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് എഫിഷ്യൻറ്റ് ആൽഗോരിതംസ് എഴുതാൻ പറ്റും. ഈ അരയിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് എപ്പോഴും ഒരു സീക്വൻഷ്യലി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ ഇൻഡെക്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അരേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അരയ്ക്ക് എപ്പോഴും ഒരു ഇൻഡെക്സ് ഉണ്ട്. അത് മിക്ക ലാംഗ്വേജിലും 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ചിലതിൽ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 0 1 2 3 4 5 എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഇൻഡെക്സ് തുടങ്ങുക. അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ഇപ്പോൾ എന്തെങ്കിലും ആവട്ടെ, 7 6 5 10 19 ഓക്കെ 0 ഇങ്ങനെയാണ് നമ്പേഴ്സുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ പ്രത്യേകിച്ച് അതിൽ നമുക്ക് ഇങ്ങനെ സീക്വൻഷ്യലി സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ 7 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, 7 കഴിഞ്ഞാൽ 6 5 ഇപ്പോൾ ഒരു ഇൻഡെക്സ് കിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് 2 എന്നുള്ള ഇൻഡെക്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ 5നെ ആക്സസ് ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6ലേക്ക് പോകാൻ പറ്റും, +1 എന്ന് കൊടുത്താൽ നമുക്ക് 10ലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് അരയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഐഡിയ കിട്ടിയാൽ മതി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് കോഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൽഗോരിതംസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിക്കാണ്. അരേസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറച്ച് ആൽഗോരിതംസ് പറഞ്ഞു നിങ്ങളെല്ലാവരും ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ലീഡ് കോഡിൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ ചെയ്യുന്ന നമ്മൾ ലീഡ് കോഡ് വീഡിയോസിൽ മിക്കവാറും യൂസ് ചെയ്യുന്ന പല ആൽഗോരിതംസും ഇതിൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ട്. അപ്പം അരയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സെർച്ചിങ് ആൽഗോരിതം. ഓക്കെ, സെർച്ചിങ് ആൽഗോരിതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 എവിടെ 19 എവിടെ അല്ലെങ്കിൽ 5 എവിടെ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കാനുള്ളതാണ് സെർച്ചിങ് ആൽഗോരിതം. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് സോർട്ടിങ് ആൽഗോരിതം. ഓക്കെ, സെർച്ചിങ് ആൽഗോരിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് log n കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഇൻഡെക്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ബിഗ് ഓഫ് 1 കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ ബേസിക്. പല ആൽഗോരിതംസ് ഉണ്ട് സെർച്ചിങ്ങിൽ, ബട്ട് അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് log n ഓഫ് 1 വരുന്ന കോംപ്ലക്സിറ്റികൾ. സോർട്ടിങ്ങിന് എന്തൊക്കെ സോർട്ടിംഗ് ഉണ്ട്? ബബിൾ സോർട്ട്, ഇൻസെർഷൻ സോർട്ട്, കൗണ്ടിങ് സോർട്ട്, മെർജ് സോർട്ട്, ഹീപ്പ് സോർട്ട്, അങ്ങനെ കുറേ സോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ പൊതുവേ എല്ലാ ലാംഗ്വേജിലും ബൈ ഡിഫോൾട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത സോർട്ടിംഗ് ആൽഗോരിതം ഏറ്റവും ബെസ്റ്റാണ്. ഏറ്റവും ബെസ്റ്റ് സോർട്ടിംഗ് ആൽഗോരിതം log n ആണ്. log n കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സോർട്ടിംഗ് ആൽഗോരിതംസ് ഒക്കെ ഉണ്ട്, പക്ഷേ ചില സ്പെഷ്യൽ കേസസിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. പക്ഷേ യൂഷ്വലി മെജോറിറ്റി ഓഫ് കേസസിലും വർക്ക് ആവുന്ന ആൽഗോരിതംസിൻ്റെ കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് log n ആണ്. ഓക്കെ, അപ്പം അരയിൽ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 സാധനമാണ് സെർച്ചിങ്ങും സോർട്ടിങ്ങും. ഓക്കെ, പിന്നെയുള്ള ബേസിക് കുറച്ച് ഫങ്ഷനാലിറ്റീസ് ആണ്. അതായത് അതിലിങ്ങനെ എലമെൻ്റ് ആഡ് ചെയ്യുന്നത്, അതുപോലെ അതിൽ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെന്താ പറയുക റീപ്ലേസ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനനുസരിച്ച് മാറിയുണ്ട്. പക്ഷേ ഇതൊക്കെ ബേസിക് ഫങ്ഷനാലിറ്റീസ് ആണ് ആരെ യൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയും, അല്ലെങ്കിൽ പഠിക്കാനും പറ്റും. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ബേസിക്കലി അരേ എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. അതിൽ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ആൽഗോരിതംസ്, അല്ലെങ്കിൽ എന്താണ് അതിൽ വരുന്ന ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ആൽഗോരിതംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിരിക്കും. നമുക്ക് അടുത്ത ഡാറ്റ സ്ട്രക്ചറിലേക്ക് പോകാം. അടുത്തത് ലിങ്ക് ലിസ്റ്റ് അല്ലേ. ലിങ്ക് ലിസ്റ്റ് എന്തുകൊണ്ടാണ് ലിങ്ക് ലിസ്റ്റ് ഉള്ളത്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം ഈ അരേ സ്റ്റോർ ചെയ്തല്ലോ, ഈ ഒരു അരേ എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിവിടെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, 1 2 3. ഓക്കെ, ഈ സാധനം സ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഹാർഡ്വെയറിൽ ഇത് എവിടേക്കാരും കിടക്കുന്നത്? റാമിലാണ് ഇത് സ്റ്റോർ ആവുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് റാം എങ്ങനെയാണ് നോക്കാം അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇതാണ് റാമിൻ്റെ ഉള്ളിൽ എല്ലതും ഒരു സീക്വൻസിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു മെമ്മറി പോയിന്റർ ഇതിനെല്ലാത്തിനും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 0 1 2 3 1 2 3 അരേ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് വിചാരിക്കാം 1 2 3 എന്ന് സ്റ്റോർ ചെയ്തെന്ന് വിചാരിക്കുക. അതുപോലെ ഇതിപ്പം നിങ്ങളൊരു ആപ്പ് നമുക്ക് കാൽക്കുലേറ്റർ എന്ന് വിചാരിക്കുക. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ട് അല്ലേ. ഗൂഗിൾ പേയിൽ നിങ്ങൾ എന്തോ നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും അയക്കുകയാണ്, അല്ലെങ്കിൽ പൈസ അയക്കുന്നുണ്ടോ വന്ന്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അത് ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയുള്ള കുറച്ച് സാധനത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 4 എന്നുള്ളൊരു നമ്പർ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ 4 ആഡ് ചെയ്യണം. 4 ആഡ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഇനി ഇവിടെ മെമ്മറി ടെക്നിക്കലി ഇവിടെ സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെ ഡയറക്റ്റ്ലി ഇവിടെ ഈ മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ?
ഇല്ല. ഓക്കെ. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് വേറെ എവിടെ സ്പേസ് ഉള്ളൂ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റോർ ചെയ്ത് അപ്പോൾ നമ്മൾ ഇവിടെ ടെക്നിക്കലി ഇവിടെ അരേൻ്റെ ഇൻഡെക്സ് ഇവിടെ 3 തന്നെ കാര്യം, പക്ഷേ ഇൻറ്റേർണലി ഈ 3 എന്ന് പറയുന്ന വേറൊരു മെമ്മറി ലൊക്കേഷൻ. ഓക്കെ. 05 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനാണ് ഇവിടെയാണെന്ന് വിചാരിച്ചോ. ഓക്കെ. ഇത് അരേൻ്റെ ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് ഇതിലത്തെ ഓരോ മെമ്മറി പോയിന്റിനാണ് കേട്ടോ മാപ്പ് ചെയ്യുന്നത്. സോ ഇത് ഈ നമ്പേഴ്സും രണ്ടാണ്, സോ രണ്ട് സെയിം അല്ല. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു. അപ്പോൾ 4 ആഡ് ആണ്. 4 നമ്മളിവിടെ 5th ലൊക്കേഷനിൽ ആഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇനി ഇതിലൂടെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം 1 നോക്കി, 2 നോക്കി, 3 നോക്കി, അടുത്ത എലമെൻറ്റ് എവിടെയുള്ളത് 5ലുള്ള. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ എത്തണം. അപ്പോൾ ഇത് അത്രയും ഇങ്ങനെ ഓരോന്ന് നോക്കി പോവുക ഇൻഎഫിഷ്യൻ്റ് ആണ്. ഇനി അടുത്ത ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും സ്ഥലമില്ല, നമ്മൾ വേറെ എവിടെയും കൊണ്ട് ആഡ് ചെയ്യണം. അപ്പം ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഈ റാം ഇങ്ങനെ നോക്കി പോകണമെങ്കിൽ കുറച്ച് ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനും ഓരോ ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റ പോയിന്റ്സിൽ ഒബ്ജക്ട്സിനെ ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ലിങ്ക് ലിസ്റ്റ്. ഓക്കെ. അപ്പോൾ ലിങ്ക് ലിസ്റ്റിൽ ബേസിക്കലി എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ നമ്മളിവിടെ 1 ആഡ് ചെയ്ത് ഈ 1ന് ഒരു പോയിന്റർ ഉണ്ടാവും, നെക്സ്റ്റ് പോയിന്റർ. ആ നെക്സ്റ്റ് പോയിന്റിൽ 2 സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ഇവിടെ 3 സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഓരോരോ ലൊക്കേഷൻ. ഇത് ചിലപ്പം 0, 1, 2, 3 പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനിലേക്കാണ്. ഇത് XB3O അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിലേക്കാണ് ഓരോന്നുണ്ടാവും. ഓക്കെ. പക്ഷേ ഇവർ തമ്മിൽ എന്താ പറയുക, ഇതിൽ ഉണ്ടാവും ഇതിൻ്റെ അടുത്ത എലമെൻറ്റ് ഈ മെമ്മറിയിലാണ് കേട്ടോ, ഇതിൻ്റെ അടുത്ത എലമെൻറ്റ് ഈ മെമ്മറിയിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ലിങ്ക് ലിസ്റ്റ് എപ്പോഴും ഒരു ഡയറക്ഷൻ മാത്രമല്ല, ഇനി ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്നൊരു സാധനമുണ്ട്. ഡബിൾ ലിങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യും, ഈ ഡയറക്ഷൻ തിരിച്ചുണ്ടാവും. അത് ആ എലമെൻറ്റ് ബാക്കിലേക്കും പോകാൻ പറ്റും, മുന്നിലേക്കും പോകാൻ പറ്റും. ലിങ്ക് ലിസ്റ്റിന് കുറേ യൂസ് കേസസ് ഉണ്ട്. ലീഡ് കോഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ലിങ്ക് ലിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ലിങ്ക് ലിസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരേ പോലെ നമുക്ക് പെട്ടെന്ന് നടുക്ക് പോയിട്ട് സെർച്ച് ചെയ്യാനോ ലാസ്റ്റിൽ പോയി സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് എപ്പോഴും ഫസ്റ്റത്തെ എലമെൻറ്റ് തന്നെ സെർച്ച് ചെയ്യണം. ഫസ്റ്റത്തെ എലമെൻറ്റ് ഇതിന് ഇതില്ലേ, കണ്ടില്ലേ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു മെമ്മറി പോയിന്റ് ഇവിടേക്ക്, രണ്ടാമത്തെ വേറെ എവിടെയെങ്കിലേക്കാരും, മൂന്നാമത്തെ വേറെ എവിടെയെങ്കിലും. അല്ലാതെ നമ്മൾ അരയിലുള്ള പോലെ 0, 1, 2, 3 ആണ് സീക്വൻഷ്യലി ഉള്ളത്. അതുകൊണ്ട് നമുക്കൊരു മെമ്മറി കിട്ടി കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ മെമ്മറി കിട്ടി കഴിഞ്ഞാൽ കിട്ടൂല അതിന് ബേസിക്കലി. പക്ഷേ ഇതിൻ്റെ മെമ്മറി ഫസ്റ്റത്തെ മെമ്മറി മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കിട്ടി കഴിഞ്ഞാൽ അടുത്ത എലമെൻറ്റ് പോകണമെങ്കിൽ ഇതിങ്ങനെ ഇറ്ററേറ്റ് ചെയ്ത് തന്നെ പോയിക്കൊണ്ട് നോക്കണം. അപ്പം ഇത് സീക്വൻഷ്യലി മാത്രമാണ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ലിങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അൽഗോരിതംസ് ആണ്. ലിങ്ക് ലിസ്റ്റിൽ എങ്ങനെയാണ് നോഡിനെ ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കുക, അതുപോലെ നോഡിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. നോഡിനെ ആഡ് ചെയ്യുക, നോഡിനെ ഡിലീറ്റ് ചെയ്യുക, ഇതിൽ സെർച്ച് ചെയ്യുന്നത്, ലിങ്ക് ലിസ്റ്റിൻ്റെ സെർച്ച് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലിങ്ക് ലിസ്റ്റിൽ സോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ രസമാണ്. അതുപോലത്തെ സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ ലിങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ സാധനം ലിങ്ക് ലിസ്റ്റ്. 2 ലിങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇവന്മാരെ എങ്ങനെ നമ്മൾ മെർജ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സോർട്ട് ചെയ്ത് മെർജ് ചെയ്യൽ എങ്ങനെ, അതൊക്കെ ഉള്ളത്. ഓക്കെ. അപ്പം ലിങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നത്. നമ്മുടെ ചാനലിൽ കുറേ നമ്മൾ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ ഹെൽപ്ഫുൾ ആയിക്കാരും അത്. അപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവാനും അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ലിങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ അടുത്തതാണ് സ്റ്റാക്ക്. സ്റ്റാക്ക് പറഞ്ഞാൽ എന്താ, നമ്മൾ വീട്ടിൽ പാത്രം കഴുകുകയാണെങ്കിൽ പാത്രം കഴുകാമെന്ന് കരുതിക്കോ. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പ്ലേറ്റ് ഉണ്ട്. ഓക്കെ. ഇങ്ങനെ കുറേ പ്ലേറ്റ് ഉണ്ട് കഴുകാൻ വെച്ച്. നിങ്ങളിതിവിടെ ഇങ്ങനെ ഒരു സിങ്ക് ഉണ്ട്, ആ സിങ്കിൽ നിങ്ങൾ കഴുകി കൊണ്ടുവെക്കുക. നിങ്ങൾ പാത്രം കഴുകിയിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട് ഉണക്കാൻ വെക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു പ്ലേറ്റ് വെക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. നിങ്ങളൊരു പ്ലേറ്റ് കഴുകുന്നു, ആ പ്ലേറ്റ് നിങ്ങൾ ഇവിടെ വെച്ചു. ഇനി രണ്ടാമത്തെ പ്ലേറ്റ് കഴുകി അതിൻ്റെ മേലെ വെച്ചു, മൂന്നാമത്തെ അതിൻ്റെ മേലെ വെച്ചു, നാലാമത്തെ അതിൻ്റെ മേലെ വെച്ചു. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, മൊത്തത്തിലൊരു അട്ടിക്കട്ടിക്ക് ഇങ്ങനെ പ്ലേറ്റ് വെച്ചു അല്ലേ, അട്ടിക്കട്ടി ഇങ്ങനെ പ്ലേറ്റ് വെച്ചു. ഇനി നിങ്ങൾ അപ്പം തന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്ലേറ്റ് ഏതെടുക്കുക, മേലത്തെ പ്ലേറ്റിൽ ആദ്യം എടുക്കുക, പിന്നെ അതിൻ്റെ അടിയത്തെ പ്ലേറ്റ്, പിന്നെ അതിൻ്റെ അടിയത്തെ പ്ലേറ്റ്. ഇതാണ് ബേസിക്കലി സ്റ്റാക്ക്. സ്റ്റാക്ക് പറഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഓക്കെ. നമ്മൾ നേരത്തെ കണ്ട അരയില്ലേ, ഈ ആ സാധനം അര 1, 2, 3 എന്നുള്ളത്, ഇത് നമ്മളൊന്ന് തലകുത്തനല്ല ഒന്ന് ചെരിച്ചിട്ടിട്ട് ചെയ്ത്. ഓക്കെ. അപ്പോൾ ഇതാണ് അര. പക്ഷേ ഇതൊരു ബക്കറ്റ് പോലെ കൺസിഡർ ചെയ്യും. നിങ്ങൾ ആദ്യം ഇതിൽ ഒരു എലമെൻറ്റ് ഇട്ട്, ആ എലമെൻറ്റ് ഇവിടെ താഴത്തേക്ക്, രണ്ടാമത്തെ എലമെൻറ്റ് ഇവിടെ നിന്ന്, മൂന്നാമത്തെ എലമെൻറ്റ് ഇവിടെ നിന്ന്. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു സാധനം പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേ ഒരു സാധനം ഇടാനും പറ്റുള്ളൂ, ഇതിൽ നിന്ന് മാത്രമേ സാധനം പുറത്തേക്ക് എടുക്കാനും പറ്റുള്ളൂ. ഓക്കെ. അപ്പം ലാസ്റ്റ് ഇട്ട ആളാര 3. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 3 കാര്യം വരും. 3 പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ എടുക്കാൻ പറ്റുക 2, പിന്നുള്ള ആരെ എടുക്കാൻ പറ്റും 1. അപ്പം ഇത് ബേസിക്കലി ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ എന്നുള്ളൊരു മെത്തഡോളജിയിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഡാറ്റ സ്ട്രക്ചറാണ്. ഇത് നമ്മൾ കുറേ കേസസിൽ യൂസ് ചെയ്യും, എസ്പെഷ്യലി മോണോട്ടോണിക് സ്റ്റാക്ക്, അല്ലെങ്കിൽ എന്താ പറയുക റിവേഴ്സ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു നമ്പർ എന്ന് A = 1, 2, 3. ഓക്കെ. ഈ 1, 2, 3 റിവേഴ്സ് ചെയ്താണ് 3 to 1 ഏതാണ് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നേരെ സ്റ്റാക്കിലേക്ക് ഇട്ടാൽ മതി. നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് 1 സ്റ്റാക്കിലേക്ക് ഇട്ട്, പിന്നെ 2 ഇട്ട്, പിന്നെ 3 ഇട്ട്, പിന്നെ ഇതിനെ തിരിച്ച് പോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ 3, 2, 1 പറഞ്ഞിട്ട് വരും. നമ്പർ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രിങ് റിവേഴ്സ് ചെയ്യുക. അതുപോലെ പ്രാക്ടിക്കലി വേറെയും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവും ഇത് എവിടെ യൂസ് ചെയ്യണം, എന്തിനാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഓപ്പറേഷൻസ് ആണ്. സ്റ്റാക്കിൽ എങ്ങനെയാണ് സാധനം ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ പോപ്പ് ചെയ്യുന്നത്. ഓക്കെ. പോപ്പ് പറഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുന്നതിനാണ് പോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. സ്റ്റാക്ക് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ആളാണ് ക്യൂസ്. ക്യൂസിന് കുറേ യൂസ് കേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യൂ എന്താണെന്ന് നോക്കാം. ക്യൂ ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ സ്റ്റാക്ക് നമ്മൾ ആദ്യം അര ഇങ്ങനെ എഴുതി. ഓക്കെ. പിന്നെ നമ്മൾ സ്റ്റാക്കിന് ഇങ്ങനെ എഴുതി.
ഓക്കെ. ഇനി ഈ അരേനെ നമ്മൾ കിടത്തി ഇങ്ങനെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം, രണ്ടറ്റത്തും ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഇംഗ്ലീഷിൽ അറിയുന്ന ഒരു സാധനത്തിന് നിങ്ങൾ എല്ലാവരും ലൈൻ നിൽക്കുകയാണ്. ഓക്കെ. എല്ലാവരും ലൈൻ നിൽക്കുകയാണ് സാധനത്തിന്, ഫസ്റ്റ് വന്ന ആൾക്ക് സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്പർ ഇട്ട് ആ നമ്പറിന് ആദ്യം ഇവിടെ ആഡ് ചെയ്യും 1. ഓക്കെ. അല്ലെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, അപ്പോൾ നല്ലത്. ഓക്കെ. ഇങ്ങനെ ഫസ്റ്റ് വരുന്ന നമ്പർ 1 നമ്മൾ ഒരു സ്ഥലത്ത് കൂടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഒരു സ്ഥലത്ത് കൂടെ പുറത്ത് വന്നിട്ടുള്ളൂ. ആദ്യം ഒരാൾ 1 വന്നു, 1 നമ്മൾ ഇവിടെ ആഡ് ചെയ്ത്. ഇനി രണ്ടാമത്തെ 2 വന്നു, 2 നമ്മൾ 1ൻ്റെ ബാക്കിൽ ആഡ് ചെയ്തു. പിന്നെ 3 വന്നു, 3 നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. അങ്ങനെ പോകും. ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്യൽ ഇതിലാണ്. ഇതാണ് ഔട്ട്. ഓക്കെ. ഇതാണ് ഇൻ. ഓക്കെ. അപ്പം ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ആദ്യം എടുക്കുക 1. ആദ്യം വന്നത് 1 ആണ്, 1ന് ആദ്യം എടുക്കും. പിന്നെ വന്ന് 2 ആണ്, അപ്പോൾ 2ന് എടുക്കും. അപ്പം ബേസിക്കലി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ. ഫിഫോ എന്നാണ് പറയുക. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് വന്ന ആളെ ഫസ്റ്റ് പുറത്തേക്ക് എടുക്കും, പ്രോസസ്സ് ചെയ്യും. ക്യൂ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ വാട്സപ്പ് സിസ്റ്റം ഡിസൈൻ കണ്ടവർക്ക് അറിയിക്കാരോ, നമ്മൾ ഓരോ യൂസറിനും ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ അയക്കുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഓരോ ക്യൂയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയാണ് പബ്ലിഷർ സബ്സ്ക്രൈബർ മോഡൽ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അതെങ്ങനെ വരുന്നത്, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്യൂയിലേക്ക് പോകും. ആ ക്യൂവിൽ പോയിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് അവിടെ കിടക്കും. നിങ്ങളെല്ലാവരും ഇതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ക്യൂ എന്ത് ചെയ്യും, ഫസ്റ്റ് ആ സബ്സ്ക്രൈബ് ചെയ്ത ആളാരാണോ അല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷനിൽ ആരൊക്കെ ഉണ്ട് അവർക്ക് ആ സാധനം സെൻഡ് ചെയ്ത് കൊടുക്കും അല്ലേ. അല്ലെങ്കിൽ എന്താ പറയുക, വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ പോസ്റ്റ് ഇട്ട് നമ്മൾ ലൈക്ക് ചെയ്യും. അപ്പോൾ എത്ര മില്യൺസ് ഓഫ് ലൈക്ക് വരും. ഈ മില്യൺസ് ഓഫ് ലൈക്ക് ഒന്നും പെട്ടെന്ന് അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്നും അപ്ഡേറ്റ് ആവില്ല. എന്താവല്, നമ്മൾ ലൈക്ക് കൊടുക്കുമ്പോൾ ഓരോ ലൈക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ക്യൂയിലേക്ക് പോകും. ഓക്കെ. ഈ ക്യൂവിൽ ഇങ്ങനെ ഈ ഓരോ ലൈക്ക് സ്റ്റോർ ആവും. എന്നിട്ട് ഇത് പിന്നെ പതുക്കെ ഓരോ ലൈക്ക് ഇങ്ങനെ ആ CPU പോയിട്ട് പ്രോസസ്സ് ചെയ്യാണ്ട് അപ്ഡേറ്റ് ആവും ലൈക്കിൻ്റെ അക്കൗണ്ട്. ഓക്കെ. ഇത് ഡയറക്റ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തം ക്രാഷ് ആയിട്ട് നമ്മൾ സിസ്റ്റം ഡിസൈനിൽ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ക്യൂ എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ട് വിചാരിക്കുന്നത്. നമ്മൾ സാധാരണ ക്യൂ എന്താണ്, നമുക്ക് അറിയുന്ന ക്യൂ എന്താണോ ആ സെയിം സാധനം തന്നെ, സെയിം കൺസെപ്റ്റ് തന്നെ, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അപ്പോൾ ഇപ്പം ക്യൂ എന്താണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത സാധനം കുറച്ചുകൂടിയും സിമിലർ ആണ്, അതാണ് ഹീപ്പ്. ഓക്കെ. അപ്പം ഇതിന് വേറെ പേരാണ് പ്രയോറിറ്റി ക്യൂ. ഓക്കെ. അപ്പോൾ പ്രയോറിറ്റി ക്യൂ എന്താ, ഹീപ്പ് എന്താ നോക്കാം. ഹീപ്പ് ഡാറ്റാ സ്ട്രക്ചർ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രീ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. ഓക്കെ. ഇങ്ങനെ കുറേ സാധനം ഉണ്ടാവും. ഓക്കെ. ഓക്കെ. ഈ ഹീപ്പ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, അതുകൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഒന്ന് മിനിമം ഹീപ്പ് അല്ലെങ്കിൽ മിൻ ഹീപ്പ് എന്ന് പറയും, മിൻ ഹീപ്പ്. മറ്റേത് മാക്സ് ഹീപ്പ്. ഓക്കെ. രണ്ടും വലിയ ഡിഫറൻസ് ഇല്ല, സെയിം ആണ്. എന്താ ഡിഫറൻസ്, ഏറ്റവും മേലത്തെ എലമെൻറ്റ്, ഏറ്റവും ടോപ്പിലെ എലമെൻറ്റ്. മിൻ ഹീപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എലമെൻറ്റ് ഏറ്റവും ചെറുത്. ഓക്കെ. അതായത് ഇപ്പോൾ തന്ന ഒരു എക്സാമ്പിൾ 2, 3 ഇതൊക്കെയാണ് മിൻ ഹീപ്പ്. അതായത് അതിൻ്റെ മേലുള്ള എലമെൻറ്റ് എപ്പോഴും ചെറുതേക്കാരും. അപ്പോൾ ഇവിടെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ 4ഉം ഇവിടെ 5ഉം വരണം, ഇവിടെ 6ഉം ഇവിടെ 7ഉം വരണം. ഓക്കെ. ഇവിടെ നമുക്ക് ഒരിക്കലും 0 ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം മേലത്തെ എലമെൻറ്റ് എപ്പോഴും ചെറുതായിരിക്കണം. അതാണ് മിനി ഹീപ്പ്. മാക്സ് ഹീപ്പ് പറഞ്ഞാൽ മേലത്തെ എലമെൻറ്റ് എപ്പോഴും വലുതായിരിക്കണം, അപ്പോൾ അതിൻ്റെ താഴെയുള്ളവരെയാണ് എപ്പോഴും ചെറുത്. ഓക്കെ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ. ഇത് മിൻ ഹീപ്പ്, ഇത് മാക്സ് ഹീപ്പ്. ഓക്കെ. ഇത് പ്രയോറിറ്റി ക്യൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബേസിക്കലി ഇതിൻ്റെ ഈ അടിയിലുള്ള ആൾക്കാരൊന്നും നമ്മൾ കൺസിഡർ പോലും ചെയ്യില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ മേലത്തെ ആളെ മാത്രമേ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുക. ഇവർക്ക് മാത്രമാണ് പ്രയോറിറ്റി ഉള്ളത്, അതുകൊണ്ടാണ് പ്രയോറിറ്റി ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ഈ നേരത്തെ ക്യൂവിൻ്റെ ഡാറ്റ സ്ട്രക്ചറിൽ പോലെ നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലൂടെ ആളെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു സൈഡിലൂടെ മാത്രമേ ആളെ പുറത്താക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞ 1 വന്ന് 1 നമ്മൾ ഇവിടെ ആഡ് ചെയ്ത്, 2 വന്ന് 2 അപ്പോൾ സാധാ ക്യൂ പോലെ. പക്ഷേ നമ്മൾ പറയുന്നത് 3 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരാളാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആളുണ്ട് നോക്കും. ഇതിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ 2 ഓൾറെഡി, അപ്പോൾ നമ്മൾ ഇതിൽ കയറ്റില്ല, നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിലൂടെ കയറ്റും. ഓക്കെ. 3നെ ഇവിടെ കയറ്റും. അപ്പോൾ എന്താ, ഫസ്റ്റ് പ്രോസസ്സ് ആകുമ്പോൾ 3നെ പ്രോസസ്സ് ചെയ്യാം. മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ഈ ക്യൂവിൻ്റെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ രീതിയിൽ ആലോചിക്കുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ആലോചിക്കുമ്പോൾ ഇതാണ് എളുപ്പം, ഇങ്ങനെ ആലോചിക്കുക. കാരണം മിനി ഹീപ്പ് മാക്സ് ഹീപ്പാണ് ഒരുപാട് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്ന, ഒരുപാട് റിയൽ ലൈഫ് പ്രോബ്ലത്തിലും പ്രോഗ്രാമിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിനൊരു നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് പ്രീമിയം മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രീമിയം മെമ്പർഷിപ്പിലുള്ളവർ ഇപ്പോൾ ഞാൻ ലൈവ് വീഡിയോ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചാറ്റിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ചാറ്റൊക്കെ എപ്പോഴും ഫസ്റ്റ് വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ലൈവ് ചാറ്റിലൊക്കെ ഏറ്റവും ആദ്യം വരും. കാരണം എന്താ, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് പെട്ടെന്ന്, ഇതിപ്പം കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഡാറ്റ സ്ട്രക്ചറൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെ മെസ്സേജ് ഇവിടെ വന്നു. ഓക്കെ. നിങ്ങളാണിത്, നിങ്ങളെ മെസ്സേജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം ഇത് പ്രയോറിറ്റിയാണ്. ഇത് പ്രയോറിറ്റി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആംഗിൾ പറയുന്നത് മിനിമം ഹീപ്പ് അല്ലെങ്കിൽ മാക്സ് ഹീപ്പ് ഏതെങ്കിലും ഒന്നാണെന്നായിരിക്കും. നിങ്ങളുടെ മെസ്സേജ് മിനിമത്തിലാണ് കിടക്കുന്നത്. ഓക്കെ. ഇതൊരു മിൻ ഹീപ്പാണ് യൂട്യൂബ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് മിനിമം വാല്യൂ ഒക്കെ അതിന് ഉണ്ടാവുക. അപ്പോൾ മിനിമം വാല്യൂ ഉണ്ടാകുമ്പോൾ ഇത് പെട്ടെന്ന് ഇവിടുന്ന് പോയിട്ട് നേരെ മേലോട്ട് വരും, ഇവിടെ വരും നിങ്ങളുടെ മെസ്സേജ്. എന്നിട്ട് പെട്ടെന്ന് അടുത്ത മെസ്സേജിൻ്റെ ആ ലൈവ് ചാറ്റിൽ നിങ്ങളുടെ മെസ്സേജൊക്കെ ഫസ്റ്റ് പോപ്പ് ഔട്ട് ചെയ്യുക. മനസ്സിലായില്ലേ. അങ്ങനെയാണ് ഹീപ്പ്, പ്രയോറിറ്റി ക്യൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം പ്രയോറിറ്റി ക്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആളാണ് ട്രീ. ഓക്കെ. ട്രീ എന്താണെന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അറിയാം. ട്രീ നേരത്തെ വരച്ച പോലെ തന്നെ സെയിം ഡാറ്റ സ്ട്രക്ചർ, ഇങ്ങനെ ഒരു നോഡ് ഉണ്ട്. ആ നോഡിന് ലെഫ്റ്റും റൈറ്റും ചിൽഡ്രനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് 2 ചിൽഡ്രൻ ഉള്ളവനാണ് നമ്മൾ ബൈനറി ട്രീ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ കുറേ ട്രീസ് ഉണ്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ ബൈനറി ഉണ്ടാക്കാം, ടെറിനറി ഉണ്ടാക്കാം. ടെറിനറി പറഞ്ഞാൽ ഇവർക്ക് 3 പിള്ളേരുണ്ടാവും. ഓക്കെ, ഇങ്ങനെ 3 ചൈൽഡ് നോഡ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ എൻ അരി ട്രീ എന്ന് പറയും. അതായത് ഇതിന് എത്ര വേണമെങ്കിലും ഉണ്ടാവും, എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ ഉള്ളതുണ്ടാവും. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രീ ഉണ്ട്. ബൈനറി ട്രീ ഉണ്ട്, അതുപോലെ തന്നെ ബൈനറി സെർച്ച് ട്രീ ഉണ്ട്. അപ്പോൾ ബൈനറി സെർച്ച് ട്രീ പറഞ്ഞാൽ ഒരു റൂൾ ഫോളോ ചെയ്യും. അതായത് ലെഫ്റ്റിലുള്ളവർ ഇതാണ് ബൈനറി സെർച്ച് ട്രീ. അതായത് ഇവിടെ ഉള്ളവൻ 3 ആണെങ്കിൽ ലെഫ്റ്റ് നോഡ് അതിനേക്കാളും ചെറുതാവണം, റൈറ്റ് നോഡ് അതിനേക്കാളും വലുതാവണം. ഈ റൂൾ ഫോളോ ചെയ്യുന്നതാണ് ബൈനറി സെർച്ച് ട്രീ. ട്രീയിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് സാധനമാണ് ഈ BST ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ബൈനറി സെർച്ച് ട്രീ എന്താണെന്ന് നോക്കുക. ഇതിൻ്റെ ട്രാവേഴ്സിൽ ബൈനറി ട്രീ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ 2 അൽഗോരിതമുള്ള ഈ 2 അൽഗോരിതം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീൻ്റെ ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ 95% വരുന്ന അൽഗോരിതം ഈ BFS അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും പിന്നെ DFS ഡെപ്ത് ഫസ്റ്റ് സെർച്ചും ആണ്. ഈ BFSും DFSും എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ട്രീ ഉണ്ട്. ഓക്കെ, നമുക്കൊരു കുഞ്ഞ് ട്രീ പെട്ടെന്നൊന്ന് ഇവിടെ വരക്കാം. ഓക്കെ, 1 2 ഇപ്പോൾ ഞാൻ ഇവിടെ ട്രീ വരച്ചു. നിങ്ങൾ ഈ ട്രീയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു, എല്ലാവർക്കും 2 ചിൽഡ്രൻ ആവണമെന്നില്ല. ഇതിൽ ഒരു ചിൽഡ്രനേ ഉള്ളൂ. 6-നൊന്നും ചിൽഡ്രൻ പോലും ഇല്ല. 5-ന് നോക്കണ റൈറ്റ് ചിൽഡ്രൻ മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് ചിൽഡ്രൻ ഇല്ല. അപ്പോൾ ട്രീയിൽ അങ്ങനെ എങ്ങനെയാവും. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ നോട്ടാണ് നമ്മൾ ലീഫ് നോഡ് എന്ന് പറയുന്നത്. ഒരു ഫുൾ ഒരാൾക്ക് മാക്സിമം എത്ര ചിൽഡ്രൻ ഉണ്ടാകാൻ പറ്റും. ഇപ്പം ബൈനറി ട്രീ ആണ് 2 ചിൽഡ്രൻ. അപ്പോൾ 2 ചിൽഡ്രൻ്റെ ഒരു കംപ്ലീറ്റ് നോഡാണ്. അതുപോലെ ഏറ്റവും മേലെ സ്റ്റാർട്ടിംഗ് ഉള്ള ആൾ ഇവനാണ് റൂട്ട് നോഡ്. ഓക്കെ, അതുപോലെ പാരന്റ് നോഡ് പറഞ്ഞാൽ ചൈൽഡിൻ്റെ തൊട്ട മേലുള്ള ആരാണോ അതാണ് പാരന്റ് നോഡ്. ചൈൽഡ് നോഡ് പറഞ്ഞാൽ നോഡിൻ്റെ താഴെയുള്ളവരൊക്കെയാണ് ചൈൽഡ് നോഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള തിയറിയും കാര്യങ്ങളും മനസ്സിലായിട്ട് വിചാരിക്കുന്നത്. ഇനി നമുക്ക് BFS ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, BFS എന്താ, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ഓക്കെ, ബ്രെഡ്ത്ത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് നോക്കുക വെച്ചാൽ എപ്പോഴും റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. റൂട്ട് നിന്നിട്ട് റൂട്ട്, അപ്പോൾ ഈ റൂട്ട് ഇവിടെ തന്നിട്ട് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 1 നിന്ന് തുടങ്ങും. 1 തുടങ്ങിയിട്ട് അതിൻ്റെ ബ്രെഡ്ത്ത് നോക്കും. ബ്രെഡ്ത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലെവലിൽ ആരൊക്കെ ഉണ്ട്, അതായത് നമ്മളെ ചുറ്റും നമ്മളെ അയൽവക്കത്ത് ആരൊക്കെ ഉണ്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അയൽവക്കത്ത് 2ഉം 3ഉം ഉണ്ട്. ഓക്കെ, 2ഉം 3ഉം നമ്മൾ നോക്കി. അടുത്തത് ഈ 2ഉം 3ൻ്റെ അടുത്ത ലെവൽ, അതായത് ആദ്യം നമ്മൾ 1നെ കണ്ടു, അതിൻ്റെ അടുത്ത ബ്രെഡ്ത്തിൽ നമ്മൾ ആരാ നോക്കുന്നത്, ഈ സെക്കൻഡ് ലെവലുള്ള 2 3. മൂന്നാമത്തത് 2ൻ്റെ 3ൻ്റെ അയൽവക്കത്ത് ആരൊക്കെ ഉണ്ട് നോക്കുക. അപ്പോൾ ആരൊക്കെ ഉണ്ട്, 4 5 6 7 ഉണ്ട്. ഓക്കെ, ഇനി 4 5 6 ആണ് നിൽക്കുന്ന അവിടുന്ന് ഫുള്ള് നോക്കി ആരൊക്കെ കാണാൻ പറ്റും, 8നും 9നും കാണാൻ പറ്റും അല്ലേ. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ വീടാണ്. ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഇങ്ങോട്ടൊരു കുഞ്ഞ് റോഡുണ്ട്, പിന്നെ ഒരു വീട്, റോഡ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ 2 3 മാത്രമേ കാണാൻ പറ്റുള്ളൂ. 2നും 3നും വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ അടിക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലുള്ള 4 5 6 എന്നുള്ള വീടുകൾ കാണാം. 4 5 6 മുന്നിലുള്ള റോഡിൻ്റെ അപ്പുറത്തുള്ള വീടുകൾ വരെ 8 9 അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഓക്കെ, BFS എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നത്. നമുക്ക് DFSലേക്ക് പോകണം. ഓക്കെ, DFS പറഞ്ഞാൽ ഡെപ്ത് ആണ് നോക്കുന്നത്. ഓക്കെ, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം 1ൻ്റെ കുട്ടി ലെഫ്റ്റ് സൈഡിലെ കുട്ടി എപ്പോഴും ലെഫ്റ്റാണ് ആദ്യം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. എപ്പോഴും ഒന്നുമില്ല, ഈ ഒരു ഡെപ്ത് ഫസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ലെഫ്റ്റാണ് നോക്കുന്നത് എഴുതിക്കോ. അപ്പം ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ആരാണ് നോക്കുക, ലെഫ്റ്റിൽ 2 ഉണ്ട്. ഓക്കെ, ഇനി വീണ്ടും നോക്കും 2ന് ഇനി ലെഫ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ നോക്കും. അപ്പോൾ നമ്മൾ ഉണ്ട് 4 ഉണ്ട് പറയും. 4ൻ്റെ ലെഫ്റ്റിന് ആരെങ്കിലും ഉണ്ടോ, 8 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ഒരു ആംഗിളിലാണ് ഇത് സെർച്ച് ചെയ്തത്. മനസ്സിലായില്ലേ, 1 2 4. ഓക്കെ, ഇനി 8ൻ്റെ ലെഫ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ, ഈ ആരും ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത റൈറ്റിൽ ആരെങ്കിലും ഉണ്ടോ, റൈറ്റിലും ആരും ഇല്ല. 8 കാലി 8 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് മേലോട്ട് വരും. 4ൻ്റെ റൈറ്റിൽ ആരെങ്കിലും ഉണ്ടോ, 4ൻ്റെ റൈറ്റിലും ആരും ഇല്ല. പിന്നെ നമ്മൾ 2-ലെത്തുമ്പോൾ 2ൻ്റെ റൈറ്റിൽ ആരെങ്കിലും ഉണ്ടോ, ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, 5 ഉണ്ടെന്ന് പറയും. 5ൻ്റെ ലെഫ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ, ആരുമില്ല. 5ൻ്റെ റൈറ്റിൽ 9 ഉണ്ട്. 9ൻ്റെ ലെഫ്റ്റും റൈറ്റും ആരുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് മേലോട്ടേക്ക് ഇങ്ങനെ എത്തി അല്ലേ. അടുത്ത് നമ്മൾ ആരൊക്കെ നോക്കി, 2 5 9 നോക്കി. പിന്നെ ലാസ്റ്റ് നമ്മൾ 9-ലെത്തും. 9ൻ്റെ റൈറ്റിലേക്ക് പോകും. റൈറ്റിൽ ആരാളുള്ളത്, 3. 3ൻ്റെ ലെഫ്റ്റിൽ ആരാളുള്ളത്, 6. പിന്നെ 3ൻ്റെ റൈറ്റിൽ 7. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയി ലെഫ്റ്റിലേക്ക് പോയി പിന്നെ റൈറ്റിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ ആ ലെങ്ത്ത് വൈസ് നമ്മൾ പോകുന്നത് അല്ലേ, ആ ലെങ്ത്ത് വൈസ് പോകുന്നതിനാണ് നമ്മൾ ഡെപ്ത് ഫസ്റ്റ്. ആദ്യം ഡെപ്തിലേക്കാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഓക്കെ, ഏറ്റവും ഡെപ്ത് വരെ പോകും, അവിടെ തിരിച്ച് വരും, പിന്നെ അടുത്ത ഡെപ്ത് പോകും. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ആൽഗോരിതം ഉണ്ട്. ഈ 2 ടൈപ്പ് ഓഫ് ആൽഗോരിതം നമുക്ക് കിട്ടുന്ന ആൻസർ ഒക്കെ ഈ 1 2 3 4 നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ ആൻസർ കിട്ടി. ഇവിടെ നമുക്ക് വേറെ രീതിയിലാണ് ആൻസർ കിട്ടിയത്. ഈ 2 ആൽഗോരിതം അതിൻ്റെതായിട്ടുള്ള യൂസ് കേസസിലുണ്ട്. ഞാൻ നമ്മളെ വീഡിയോ ചെയ്ത പല ക്വസ്റ്റ്യൻസും ട്രെയിനിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, അതിൽ നോക്കിയാൽ കാണാം നമ്മൾ എങ്ങനെയാണ് BFSും DFSും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രീൻ്റെ ഒരു ഐഡിയ കിട്ടി. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ആൽഗോരിതം BFSും DFSും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രീ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് ഗ്രാഫ് അല്ലേ. ഗ്രാഫ് എന്തൊക്കെ യൂസ് കേസസ് ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഗൂഗിൾ മാപ്പിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകാൻ, സൊമാറ്റോ ഡെലിവറി നടക്കാൻ, അതുപോലെ യൂബർ നിങ്ങൾക്ക് ടാക്സി കിട്ടുന്നതിനൊക്കെ ഗ്രാഫ് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഗ്രാഫ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫ് ബേസിക്കലി സ്ട്രക്ചർ പറഞ്ഞാൽ ട്രീ തന്നെയാണ്, പക്ഷേ ഗ്രാഫ് എപ്പോഴും കണക്റ്റഡ് ആയിക്കാരും. ഓക്കെ, ഗ്രാഫിൽ ഒന്നുകിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കണക്ഷന് ഇല്ലാത്ത നോട്ട്സും ഉണ്ടാവാൻ മതി. ഓക്കെ, ബട്ട് ഗ്രാഫ് എപ്പോഴും എന്താണ്, അപ്പം എല്ലാ ട്രീയും
സി ട്രീ ഈസ് ഓൾവേസ് എ ഗ്രാഫ്. ഓക്കെ, എല്ലാ ട്രീയും ഒരു ഗ്രാഫാണ്. ഓക്കെ, ഒരു ഗ്രാഫാണ്. പക്ഷേ എല്ലാ ഗ്രാഫും ട്രീ അല്ല. ഓക്കെ, അത് എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് ട്രീ അല്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരച്ചിട്ട്, ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് ഇതൊരു ഗ്രാഫാന്ന് പറയും. പക്ഷെ ഇതൊന്ന് നിങ്ങൾ ചെരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇതൊരു ട്രീ ആണ് അല്ലേ. ഇതിപ്പോൾ ഞാൻ റൂട്ട് നോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് അല്ലേ, ഇതിൽ പിന്നെ ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രാഫ് എന്ന് മനസ്സിലാക്കുക. ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവുക, ചിലപ്പോൾ ഇങ്ങനെ വേറെ നോഡ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇവിടെ ഒരു നോഡ് ഉണ്ടാവും കണക്ട് ചെയ്യാതെ നിൽക്കുന്നത്. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്ക് ഒരു നോഡ് ഉണ്ടാവും, ഇങ്ങോട്ടൊരു നോഡ് ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങനെ നോഡ് ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ സാധാരണ നമ്മളെല്ലാ സ്ഥലങ്ങളും, നമ്മൾ കോഴിക്കോടും കൊച്ചിയും പാലക്കാടും എന്താ പറയുക കോട്ടയം പത്തനംതിട്ടയും തിരുവനന്തപുരമൊക്കെ ഇങ്ങനെയൊക്കെ ഗ്രാഫി ഉണ്ടാവുക. നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ കിടക്കുന്നത് അല്ലെ, കുറച്ച് പാലക്കാട് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഗ്രാഫാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി, അതാണ് ഗ്രാഫ്. ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽഗോരിതം കിടക്കുന്നത് ഈ BFS തന്നെയാണ്. BFSഉം DFSഉം ഇവർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നുള്ള വേറൊരാളാണ് യൂണിയൻ ഫൈൻഡ്. ഓക്കെ, യൂണിയൻ ഫൈൻഡ്. ഈ 3 അൽഗോരിതംസാണ് ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഉള്ളതും. 99% പ്രോബ്ലംസും ഇതിലൂടെ സോൾവ് ചെയ്യുന്ന കാര്യം. ഇതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളും ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് കണ്ടാൽ മതി. അപ്പം ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് കാണുന്നതിന് മുന്നേ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായി കാര്യം. അപ്പം ഗ്രാഫ് ആദ്യം ഇത് കഴിഞ്ഞാൽ നമുക്കുള്ള വേറൊരാളാണ്, ഞാൻ മിസ് ചെയ്ത ഒരാളാണ് ട്രൈ. ഓക്കെ, ട്രൈ അറിയില്ല, മിക്ക സിലബസിലും ബുക്കിലൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ട്രൈ എന്ന് വെച്ചാൽ ബേസിക്കലി ട്രീ തന്നെയാണ്, പക്ഷേ ഇതൊരു പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ബേസിക്കലി കാണാനൊരു ട്രീ പോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഒരു ട്രീ പോലെ തന്നെ ഉണ്ടാവും. ബട്ട് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഫോണിലെ കോൺടാക്ട് ലിസ്റ്റ് നോക്കിയിട്ടുണ്ടാവും. നിങ്ങളിങ്ങനെ ഒരാളെ പേരൊക്കെ ഇങ്ങനെ അടിക്കുമ്പോഴത്തേന്, ഇപ്പോൾ നമ്മളിങ്ങനെ എബിൻ എന്ന് അടിക്കുമ്പോൾ എ അടിക്കുമ്പോഴത്തേന് നമുക്ക് എന്തൊക്കെ വരും ഫോണിൽ? എ വെച്ചിട്ട് തുടങ്ങുന്നവർ ആ റെക്കമെൻഡേഷനൊക്കെ ഇങ്ങനെ തുടങ്ങി വരില്ലേ? ഇങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ ഇങ്ങനെ ആ പേരൊടിച്ച് ഇങ്ങനെ വരുന്നതൊക്കെ ഇങ്ങനെ കാണാം അല്ലേ. ഇങ്ങനെ റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അടുത്ത ലെറ്റർ ഏത് അടിക്കുന്നത്? അടുത്ത ലെറ്റർ സി അടിക്കുമ്പോൾ ഇതൊന്നും പിന്നെ വരില്ല. പിന്നെ ഈ AC വെച്ച് തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത ലെറ്റർ ഏതാ അടിക്കുന്നത് വെച്ചാൽ ആ ലെറ്റർ വെച്ച് അടിച്ച് വരുന്നത് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ സാധനം സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ട്രൈ പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക്കലി എങ്ങനെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ എടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ ഞാൻ പറയാം. ഫുഡ് എടുത്തു, പിന്നെന്താ പറയുക, ഫൂട്ട് എടുത്തു. ഓക്കെ, പിന്നെ F വെച്ചിട്ട് വേറെ എന്താ ഉള്ളത്, ഫ്ലഡ് എടുക്കാം. ഓക്കെ, പിന്നെന്താ ഫാന്. ഓക്കെ, ഇത്ര എക്സാമ്പിൾസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം ഫസ്റ്റ് ലെറ്റർ F. ഓക്കെ, അപ്പോൾ F എന്നാണ് ആദ്യം തുടങ്ങുക. പിന്നെ ആരൊക്കെ സെക്കൻഡ് ലെറ്റർ ആരാളുള്ളത്? O ഉണ്ട്, L ഉണ്ട്, A ഉണ്ട്. ഓക്കെ, ഈ O വെച്ചിട്ട് ആരാ അടുത്തുള്ളത്? O വെച്ചിട്ട് വീണ്ടും ഒരു O ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ആരാളുള്ളത് O വെച്ചിട്ട്? O കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ D വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് നോക്ക്. O കഴിഞ്ഞ് കഴിഞ്ഞാൽ D വരുന്നുണ്ട്, അതുപോലെ T വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊക്കെ എഴുതി വെക്കാം. ഓക്കെ, L കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? L കഴിഞ്ഞിട്ട് O വരുന്നുണ്ട്, A കഴിഞ്ഞിട്ട് N വരുന്നുണ്ട്. നമുക്ക് നോക്കാം T കഴിഞ്ഞിട്ട് ആരും വരുന്നുണ്ടോ? T കഴിഞ്ഞിട്ട് ആരും വരുന്നില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് നോഡ് വരാം, T വരാം, D വരാം, പിന്നെ ഇവിടുത്തെ O കഴിഞ്ഞാൽ വീണ്ടും TD അല്ല, സെയിം സാധനം വീണ്ടും വരും. പിന്നെ ഇവിടെ N കഴിഞ്ഞാൽ ആരും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി സെർച്ച് ചെയ്യണം. നിങ്ങൾ ആദ്യം F അടിക്കുമ്പോൾ ഈ ബ്രാഞ്ചിലുള്ള എല്ലാവരും കാണിക്കും, ഈ ബ്രാഞ്ചിലുള്ള എല്ലാവരെയും കാണിക്കും, ഈ ബ്രാഞ്ചിലുള്ളവരെയും കാണിക്കും. പിന്നെ അടുത്ത ലെറ്റർ നിങ്ങൾ L അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രാഞ്ചിലുള്ളവരെ മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പം എന്താ പറയുക, ഫ്ലഡ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. പക്ഷേ ടെക്നിക്കലി നമ്മളത് എഫിഷ്യൻ്റ്ലി സ്റ്റോർ ചെയ്യുമ്പോൾ ഇവിടെ അനാവശ്യമായിട്ടുള്ള ഈ Tയും Dയും ഒന്നും ഇവിടെ സ്റ്റോർ ചെയ്യില്ല കേട്ടോ. കാരണം ഈ O കഴിഞ്ഞിട്ട് 2 O കഴിഞ്ഞിട്ട് Tയും D ഒക്കെ വരുന്നില്ല. അപ്പോൾ അതൊന്നും ടെക്നിക്കലി നമ്മൾ സ്റ്റോർ ചെയ്യില്ല. അതാണ് എഫിഷ്യൻ്റ് ആയിട്ട് ആൽഗോരിതം എഴുതുമ്പോൾ ഉണ്ടാവുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിളൊക്കെ നമുക്ക് ഫൂട്ട് എന്ന് കിട്ടും, ഈ ഒരു ആംഗിളൊക്കെ ഫുഡ് എന്ന് കിട്ടും. ഇതിൽ നോക്കുകയാണെങ്കിൽ ഫ്ലഡ് എന്നുള്ളത് കിട്ടും, ഇവിടെ T ഇല്ല. ഓക്കെ, ഫ്ലഡ് എന്ന് കിട്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫാൻ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ട്രൈ ഡാറ്റ സ്ട്രക്ചർ. ട്രൈ ഡാറ്റ സ്ട്രക്ചർ ഇതിനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ പർപ്പസ് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ നിങ്ങൾ ചില ലീഡ് കോഡ് ക്വസ്റ്റ്യൻ കാണാം, ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഡിക്ഷണറി വേർഡ് ഫൈൻഡിങ്ങും കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റത്തെ കുറച്ച് ടോപ്പിക്കിലെത്തി. ഇനി ട്രീയും ട്രൈയും ഗ്രാഫും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റ്സ്, പിന്നെ ഹാഷ് മാപ്പ്. ഓക്കെ, ഹാഷ് മാപ്പ് ഇവർ രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പം. അപ്പം ഈ സെറ്റ്സും ഹാഷ് മാപ്പും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒരാളെ മനസ്സിലാക്കണം, ഹാഷിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഹാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മുടെ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റീവ്, ഒരു സാധനത്തിന് നമ്മളൊരു പ്രത്യേക തരം ഹാഷിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, ഓക്കെ, ഹാഷിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്പെഷ്യൽ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ആ റാമിൽ ഇങ്ങനെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, അത് 10, 11, 12, 13, 14 ഇങ്ങനെയാണ് റാമിലുള്ള ഓരോ സ്റ്റോറേജ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ വിചാരിക്കുക. ബാക്കിയുള്ളൊക്കെ ഫുള്ളാണ്, ഞാൻ കുറച്ച് സ്ഥലം ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കും. ഓക്കെ, എത്ര സ്ഥലം ബാക്കിയുണ്ട്?
നിങ്ങളുടെ അടുത്ത് കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ 100, 110, 120, പിന്നെന്താ ഉള്ളത്, ഒരു 130, 140, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്പേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തിരിച്ച് കിട്ടണം. ഓക്കെ, നിങ്ങൾക്ക് ഇനി 100 എവിടെയെന്ന് ഇങ്ങനെ തപ്പാൻ വയ്യ, നമ്മൾ അരയിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യില്ല, അങ്ങനെ തപ്പാൻ വയ്യ, നിങ്ങൾക്ക് പെട്ടെന്ന് ആ ആൻസർ തിരിച്ച് കിട്ടണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫംഗ്ഷനാണ്, എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ n എന്ന നമ്പറാണെങ്കിൽ അത് മോഡുലസ് 10 ഞാൻ ചെയ്യും. മോഡുലസ് 10 ചെയ്തിട്ട് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, ആ ആൻസറിൻ്റെ ലൊക്കേഷൻ ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. സോറി, മോഡുലസ് അല്ല, നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാഷ് ഫംഗ്ഷൻ n ഡിവൈഡഡ് ബൈ 10 ചെയ്യും. n ഡിവൈഡ് ബൈ 10 കിട്ടുന്ന നമ്പർ എത്രയാണോ ആ ലൊക്കേഷൻ കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ 100 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 100 നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന പറയും. 100 നമ്മൾ ഇവിടെ ഇട്ട് 110 വന്നു, 110 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് 11 പിന്നെ ഇവിടെ കിട്ടും. അതുപോലെ 120 നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യും, 130 നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യും, 140 ഇവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്പർ പിന്നെ പോയി. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും സെർച്ച് ചെയ്യണം. ഓക്കെ, സെർച്ച് ചെയ്യണം 130 എവിടെയാണ്. അപ്പോൾ 130 എവിടെ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ ഇടും. 130 ഡിവൈഡ് ബൈ 10, 13ാമത്തെ പൊസിഷനിൽ 130 ഉണ്ടാവും. 13ാമത്തെ പൊസിഷനിൽ ഒരു 130 ആൻസർ കിട്ടി. ഓക്കെ, അപ്പം ഇതൊരു എക്സാമ്പിളാണ്, ഇതൊരു നല്ല ഹാഷിംഗ് ഫംഗ്ഷൻ. നല്ല ഹാഷിംഗ് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊളീഷൻ ഒരിക്കലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 13ൽ 110 അതേ സമയത്ത് ഞാൻ അടുത്തൊരു എക്സാമ്പിൾ എടുത്തേ, 133 ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റീജർ ആണല്ലോ, 13 വരിക. 13.3 വരില്ല, കാരണം ഫ്ലോട്ടാണ്. ഇൻറ്റീജറിൽ 13 വരിക. അപ്പോൾ ഇവിടെ 133 സ്റ്റോർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരാളുണ്ട്, അപ്പോൾ അയാളെ നമ്മൾ ഓവർ റേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഡാറ്റ പോയി, മനസ്സിലായില്ല. അപ്പോൾ നല്ലൊരു ഹാഷിംഗ് ഫംഗ്ഷനിൽ ഇങ്ങനത്തെ കൊളീഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ വേറെ ആളുണ്ടെന്നുണ്ടെങ്കിൽ കൊളീഷൻ എന്ന് പറയും. നല്ലൊരു ഹാഷ് ഫംഗ്ഷനിൽ കൊളീഷൻസ് വളരെ വളരെ കുറവായി, കാരണം അപ്പോൾ എഫിഷ്യൻസി കൂടും. ഈ ഹാഷിങ് യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആരാ അറിയാം, ഗൂഗിളിൻ്റെ സെർച്ച്. ഒക്കെ, നിങ്ങൾ ഗൂഗിളിൻ്റെ സെർച്ച് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മില്ലി സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാരണം എന്താ, അത്രയും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഹാഷ് ചെയ്തിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കീവേഡ്സും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഒരു ഹാഷിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറേജ് ലൊക്കേഷനിലെ റിസൾട്ട്സ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഹാഷിംഗ്. ഓക്കെ, നമുക്ക് ഹാഷ് മാപ്പിലേക്ക് വരാം. ഹാഷ് മാപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈത്തണിലാണെങ്കിൽ ഡിക്ഷണറി ഉണ്ട്. ഹാഷ് മാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കീ വാല്യൂ പെയർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, കാരണം നിങ്ങൾക്ക് ഒരു സാധനം സ്റ്റോർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മളെ ഫോൺ കോൺടാക്റ്റും നമ്പർ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ XYZ നമ്പർ എന്താ പറയുക, ഒരു നമ്പറാണ് ഇവിടെ എഴുതി വെക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും നമ്പർ ഇവിടെ ആഡ് ചെയ്ത് അടുത്ത ആൾ ABC നമ്മൾ വേണമെങ്കിൽ 062 എന്നൊക്കെ എഴുതി വെച്ച്. അപ്പം നമുക്ക് ഇനി സെർച്ച് ചെയ്യണം ABC നമ്പർ എന്താ വെച്ചാൽ അപ്പം തന്നെ നമുക്ക് O(1) നമുക്ക് ആൻസർ കിട്ടുക. ഹാഷിംഗ് ഫംഗ്ഷന് മെജോറിറ്റി ഓഫ് ദ ടൈം O(1) എപ്പോഴും അല്ല, പക്ഷേ മെജോറിറ്റി 99% ടൈമിൽ O(1) അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളൊക്കെ സ്പീഡ് കൂട്ടാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഹാഷ് മാപ്പ്. ഓക്കെ, ഹാഷ് മാപ്പ് എപ്പോഴും കീ വാല്യൂ പെയറിലേക്കാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു കീ ഉണ്ടാവും, നിങ്ങൾ ആ കീനേക്കാണ് സെർച്ച് ചെയ്യുക. XYZ നമ്പർ എന്താ, ABC നമ്പർ എന്താ, കീ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആയിട്ട് ഈ സാധനം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സെറ്റ്സ് എന്താ നോക്കാം. സെറ്റ്സ് സെയിം സാധനം, സെയിം കൺസെപ്റ്റ് ഹാഷ് ചെയ്തിട്ട് നമ്മളൊരു സാധനം ഒരു അരേ പോലത്തുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, പക്ഷേ അരേ അല്ല, പക്ഷേ അതുപോലെ, അതായത് ബേസിക്കലി ഇവിടെ കണ്ട് ഈ കീ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരൊറ്റ സാധനത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഡയറക്റ്റ്ലി അത് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, ഇതിൻ്റെ യൂസ് എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇൻഡെക്സും കാര്യം ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊക്കെ നമ്മൾ ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് മെമ്മറിൻ്റെ എവിടെയൊക്കെയോ ആണ് ഇത് കൊണ്ട് സ്റ്റോർ ചെയ്ത്, ഇതൊന്നും സീക്വൻഷ്യലി അല്ല നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓക്കെ SHനെ നിങ്ങൾ ആരെയും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ട്, കണ്ടിട്ടുണ്ട്. ABനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടണോ നോക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ ലീഡ് കോഡിൽ, അത് 2sum. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടോ എന്നല്ല, 2sumൽ നമ്മൾ എങ്ങനെയാണ് ആ കോഡ് എഫിഷ്യൻ്റ് ആക്കിയത്, ഈ ഹാഷ് സെറ്റ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ. സെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് എഫിഷ്യൻ്റ് ആക്കുക. നമുക്ക് സെറ്റ് എവിടെ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം എല്ലാ ഡാറ്റ സ്ട്രക്ചറും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കവർ ചെയ്ത കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാം. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണം, ഓരോ ആൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പർപ്പസ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലീഡ് കോഡ് വീഡിയോസ് കണ്ടാൽ മതി. അതിൽ നമ്മൾ ഒരുപാട് ആൽഗോരിതംസ് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, തോട്ട് പ്രോസസ്സ് പറയുന്നുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.